എല്ലാവർക്കും നല്ല നമസ്കാരം. ഹസ്കെ ഫൗണ്ടേഷൻ മധുരപ്പാവയ്ക്ക 2024 രണ്ടാം ദിവസമായ ഇന്നത്തെ മൂന്നാമത്തെ സെഷനിലേക്ക്, നിഷേധിയുടെ സുവിശേഷങ്ങൾ എന്ന സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ നിഷേധിയുടെ സുവിശേഷങ്ങൾ എന്ന ഈ സെഷനിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന വർഗീയ ധ്രുവീകരണങ്ങൾക്കെതിരെ സ്വീകരിച്ച നിലപാടുകളാലും അതുപോലെ തന്നെ പുരോഹിത സമൂഹത്തിൽ നിന്നുള്ള ക്യൂയർ സൗഹാർദ്ദപരമായ നിലപാടുകളാലും ഏറെ ശ്രദ്ധേയനായ ഫാദർ ജെയിംസ് പനവേലിൽ അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ, നമ്മുടെ ഈ സെഷൻ്റെ പേര് ഒരു നിഷേധിയുടെ സുവിശേഷങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പരമ്പരാഗത മൂല്യങ്ങളെ അല്ലെങ്കിൽ മാനവികതയെ ചോദ്യം ചെയ്യുന്ന ചില പ്രവണതകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിനെതിരെ നിഷേധിയായി നിന്നുകൊണ്ട് തന്നെ മാറിയൊരു വ്യക്തിയാണ് ഫാദർ. നമ്മുടെ ഒരു മലയാള സിനിമയിൽ ലാലു അലക്സ് പറയുന്നൊരു വാചകമുണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്. അതായത്, എനിക്ക് ലോഹ ധരിക്കാൻ മാത്രമല്ല, അതുപോലെ തന്നെ ലോഹ മടക്കിക്കുത്താനും അറിയാം. അത്തരത്തിലൊരു മടക്കിക്കുത്തലാണോ, ലോഹ മടക്കിക്കുത്തലാണോ ശരിക്കും ഫാദറിൻ്റെ ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ? എനിക്ക് ലോഹയേ ഇല്ല. സ്നേഹമുള്ളവരെന്നെ കണ്ടിട്ട് നിഷേധിയായിട്ടൊക്കെ തോന്നണുണ്ടായി, പാവപ്പെട്ട് എന്നെ കണ്ടിട്ട്. ആദ്യം തന്നെ ഒരു വാക്ക് നന്ദി പറയണം. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഈ പിള്ളേർ വൈബടിക്കുന്നിടത്ത് പള്ളിയിൽ വെച്ചാൽ എന്താ കാര്യമെന്ന് നിങ്ങൾ വേണം ചിന്തിക്കാം. ഞാനും തന്നെ ചിന്തിച്ചായിരുന്നു. കാരണം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോ കുറച്ച് വരുമ്പോൾ ഞാൻ വന്നപ്പോൾ അവസാനത്തെ ടോക്ക് ആനേനെ പറ്റിയും കടുവേനെ പറ്റിയൊക്കെ ആയിരുന്നു. അതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ അവഗാഹം ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളെന്നെ വിളിച്ചു എന്നുള്ളത് ഞാനും ചിന്തിക്കാൻ തുടങ്ങിയൊരു കാര്യമാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒന്ന് രണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ഒരു തണ്ണിമത്തൻ പോലും ചർച്ചാ വിഷയമാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ചില ജസ്റ്റേഴ്സാണ്, ചില സമയങ്ങളിലുള്ള നമ്മുടെ കൗണ്ടർ ആക്ഷൻസ് ആയിരിക്കും അതിന് സ്വീകാര്യത കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ 2021 ഓഗസ്റ്റ് 15 ഒരു പള്ളിയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗപതിയാണ് ക്രിസംഗി എന്ന് പറയുന്ന വാക്ക്. അന്ന് ഈശോ സിനിമയും അതിൻ്റെ സംവിധായകനൊക്കെ വിവാദമായിട്ട് നിൽക്കുകയും കാസ പോലുള്ള തീവ്രവാദ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ പോലും അതിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെ ഒരു പ്രസംഗത്തിലൂടെ സംസാരിച്ചപ്പോഴും നമുക്ക് ചാർത്തി കിട്ടിയ പുതിയ വാക്കാണ് ക്രിസംഗി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗമാണ് ഏറ്റവും ആദ്യം വൈറലാകുന്നത്. അപ്പോൾ അതും ഇതുപോലെ സിനിമയും മതത്തിനെയും കൂട്ടിക്കെട്ടാൻ നോക്കുമ്പോൾ രണ്ടായിട്ട് കണ്ടാൽ മതി എന്ന് പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു വൈറൽ കണ്ടന്റ് ഉണ്ടാകുന്നത് അതിന് 2 മാസങ്ങൾക്ക് ശേഷം പാലാ ബിഷപ്പിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രസംഗമാണ്. എന്തിനേയും ഏതിനേയും അതിലെല്ലാം നാർക്കോട്ടിക് ജിഹാദാണെന്ന് പറയുന്ന, ഒരു മിഠായിക്കടയിൽ പോലും കേടാൻ മനുഷ്യന് പറ്റാത്ത രീതിയിലാക്കി കളയുന്ന ഒരു ടോക്കാണ്. ആ സമയത്ത് തന്നെ എൻ്റെ പള്ളിയിലൊരു പ്രസംഗം നടക്കുമ്പോൾ അതിന് കൗണ്ടറായിട്ട് പറയേണ്ടത്, ഞാൻ പിതാവിൻ്റെ പേരോ അദ്ദേഹം സൂചിപ്പിച്ച ആശയങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ പറയേണ്ടത് ഇതാണെന്ന ചിന്തയിൽ പറഞ്ഞൊരു പ്രസംഗമാണ് രണ്ടാമത് വൈറലായത്. പിന്നെ മൂന്നാമത് സംഭവിച്ചത് 2022 ഡിസംബർ 25 ഞാനൊന്ന് തൃപ്പൂണിത്തുറ പള്ളിയിലെ സഹവികാരിയാണ്, കൊച്ചച്ഛനാണ്. അപ്പോൾ ആ സമയത്ത് ക്രിസ്മസിന് സ്റ്റാർ എല്ലാ പള്ളിയിലും തൂക്കുന്നതാണ്. ഈ സ്റ്റാർ എന്തെങ്കിലും സംസാരിക്കണ്ടേ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്റ്റാർ LGBTQIA+ കാറ്റഗറിയിൽ പെടുന്ന മനുഷ്യരെ കൂടി ഉൾക്കൊള്ളിക്കേണ്ട ഒരു ഇൻക്ലൂസീവ് സ്റ്റാർ ആണെന്നൊരു ചിന്തയിൽ നിന്നാണ് അതിൻ്റെ കളർ പാറ്റേൺ വെച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കുകയും ക്രിസ്മസ് ഈസ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം വയ്ക്കുകയും അതും പിന്നീട് ഏറി കയറ്റിയതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വർഗീയവാദി ഗ്രൂപ്പുകളുണ്ടല്ലോ ഇഷ്ടം പോലെ. എനിക്കാണെങ്കിൽ നീണ്ട നിരയെ കിടക്കുന്നത്, തെറിവിളികൾ വേറെ. ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നത് റീസെൻ്റായിട്ട് വന്നത് ഇടുക്കി പോലുള്ള രൂപതകളിൽ അവിടുത്തെ കുട്ടികളുടെ കാറ്റഗിസത്തിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ കേരള സ്റ്റോറി, നമ്മളൊക്കെ പുച്ഛിച്ച് തള്ളിയ ആ പ്രൊപ്പഗാണ്ട മൂവി വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഇടവകയിൽ നിന്ന് മാറി അടുത്ത ഇടവകയിലേക്ക്, പിന്നെ അടുത്ത ഇടവകയിലേക്ക്, അടുത്ത അതിരൂപതയിലേക്ക് ഇങ്ങനെ സംക്രമിച്ചുകൊണ്ടിരിക്കും. ഇവന്മാർക്കൊക്കെ വട്ടാണെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നി. അപ്പോഴാണ് എൻ്റെ ഇടവകയിലൊരു ക്യാമ്പ് നടക്കുന്നത്. നേരെ അടുത്തത് കൗണ്ടർ സ്റ്റോറി. നമ്മൾ കാണിക്കേണ്ടതായാലും കേരള സ്റ്റോറി അല്ല, ഞാൻ മണിപ്പൂർ സ്റ്റോറി കാണിച്ചു. ആ സ്റ്റോറി കാണിച്ചത് താങ്ക് യു. ആ സ്റ്റോറി ഓൾറെഡി ഒരു ആൻഡ്രോ അക്കര എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അവിടെ പോയി താമസിച്ച് പഠിച്ച് ഒഫീഷ്യലായിട്ട് ഇറക്കിയ വീഡിയോയാണ്. ഞാനത് കാണിച്ചു.
പിറ്റേന്ന് തൊട്ട് ഇപ്പോൾ ആ കണ്ടൻറ്റ് യൂട്യൂബിലില്ല, അതേ മുക്കി. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന തെറിവിളികളും ഭീഷണികളും അതൊക്കെ വേറെ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ. ഇത്രയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിഷേധിയാവാനുണ്ടായ കാരണം. പിന്നെ അതിനിടയ്ക്ക് ആദ്യമായിട്ട് ഈ പെസഹ വ്യാഴാഴ്ച വനിതകളുടെ കാല് കഴുകി ഒരു ചെറിയ, ഇതെല്ലാം മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ യൂത്തായിട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെയൊക്കെ ടോക്കുകളിൽ ഞാൻ അത്ഭുതപ്പെടായിരുന്നു. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ വർഷത്തെ നിങ്ങളുടെ പ്രോഗ്രാമിന് ഇത്രയേറെ വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ പിക്ക് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഓരോ വിഷയങ്ങളെ പറ്റിയും കാരണം ഉണ്ടല്ലോ, ഞാൻ അത്ഭുതപ്പെടുന്നത്, നമുക്ക് ഒരുപാട് സമ്മേളനങ്ങളും പ്രഹസനങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു യൂത്തിൻ്റെ വൈബ് ഒരു 2016 തൊട്ട് ഇങ്ങോട്ട് ഓരോ ക്യാമ്പിന് വരുമ്പോഴും ആളുകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ലെന്ന് മാത്രമല്ല, ആ വരുന്നവർ ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ തുറന്ന മനസ്സുള്ള, വെളിവുള്ള, തലയ്ക്ക് ബോധമുള്ള കുറച്ച് മനുഷ്യർ, കുറച്ച് ചെറുപ്പക്കാർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ സമ്മേളനമൊക്കെ വിളിച്ച് ഇതിനേക്കാളും കൂടുതൽ ആളെ നമുക്ക് കൊണ്ടുവരാം. അവരൊക്കെ ചുമ്മാ വന്നോളും, ഇച്ചിരി ഫുഡ് കൊടുത്താൽ മതി. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു 50 പേര് മതി. ആ 50 പേര് കുറച്ച് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ചുറ്റും നടക്കുന്ന, അനുദിനം നടക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പരിസരങ്ങളെ നോക്കിക്കൊണ്ട് എന്ത് നിലപാടുകൾ എടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ തുറന്ന മനസ്സോടെ ചിന്തിക്കാൻ പറ്റുന്ന, എന്നോട് അഭയ് പറഞ്ഞൊരു ഇൻക്ലൂസീവ് നോഷനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വ്യത്യാസങ്ങൾക്ക് അതീതനായിട്ട് മനുഷ്യനെന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? അത് ഈ കാലഘട്ടത്തിലെ വലിയ സാക്ഷ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ധൈര്യത്തോടെ പോവുക. അതിൽ ഒരു ഭാഗമാകാനായിട്ട് ഈ പാവപ്പെട്ട നമുക്കും സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. കാരണം മതം ചർച്ച ചെയ്യേണ്ട ഒരു ഇടമല്ല ഇത്. സാധാരണത്തിൽ നമ്മുടെ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒഴിവാക്കേണ്ട ഒരു കാര്യം മതമാണ്. കാരണം മതം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ തിങ്ങാണ്. അവനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. മതമുള്ളവനുണ്ടാവാം, ഇല്ലാത്തവനുണ്ടാവാം, നിരീശ്വരനുണ്ടാകാം. പക്ഷേ എന്തുകൊണ്ട് ഞാനിന്ന് ഈ വേദിയിൽ വന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം മതം മാറ്റി നിർത്തപ്പെടേണ്ട, പേഴ്സണലായിട്ട് മാത്രം കാണേണ്ട ഒരു മതത്തിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും അതുമായിട്ട് കൂട്ടിക്കെട്ടുകയും മതം പലപ്പോഴും അനാവശ്യമായ നിലപാടുകളിലേക്കും വിശ്വാസം മനുഷ്യനിലേക്ക് ഇതുപോലുള്ള പ്രൊപ്പഗാണ്ടകളും രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളത് പറയണം. കാരണം നമ്മൾ പറയേണ്ടത് മതത്തിനെ പറ്റിയല്ല. കാരണം അത് മതത്തിനും അതീതമായ മാനവികതയാണ്. കാരണം ഏത് മതമാകട്ടെ, ഏത് ഫൗണ്ടേഷൻ ആകട്ടെ, ഏത് പ്രത്യയശാസ്ത്രമാകട്ടെ, ഇതെല്ലാം തുടങ്ങുമ്പോൾ ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, തുടങ്ങുമ്പോൾ അതിൻ്റെ മൂല്യങ്ങളുണ്ടല്ലോ. പോകെ പോകെ വളർന്നു വന്നിട്ട് ഈ സിസ്റ്റം വലുതായി വരുമ്പോൾ സിസ്റ്റത്തിൻ്റെ ചുവരുകളെയും സിസ്റ്റത്തിൻ്റെ തൂണുകളെയും സംരക്ഷിക്കൽ മാത്രമായിട്ട് നമ്മുടെ പണിയായിട്ട് മാറുമ്പോൾ ഈ മൂല്യം നമ്മൾ മറന്നുപോകും. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, സംരക്ഷിക്കേണ്ടത് സിസ്റ്റത്തിനെ അല്ല, സംരക്ഷിക്കേണ്ടത് ഈ സിസ്റ്റം എന്ത് മൂല്യത്തിനെയാണ് മുന്നോട്ട് വെച്ചത്, അത് മറന്നുകൂടാ എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് തെറിമേടിക്കാനായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നിങ്ങളെപ്പോലുള്ള കുറച്ച് മനുഷ്യരെ കാണുമ്പോൾ സന്തോഷമുണ്ട്. കാരണം മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും വേർതിരിവുകളില്ലാതെ വെളിവുള്ള കുറച്ച് മനുഷ്യർ, ഹസ്കി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രകാശമാണ്, വെളിവാണെന്നാണ് പറയുന്നത്. ആ വെളിച്ചം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്നൊരു പള്ളിയിലച്ഛനായിട്ട് പോലും കാണണ്ട. എൻ്റെ പിള്ളേരോട് പോലും ഞാൻ അച്ഛനെന്ന് വിളിക്കാൻ പറയാറില്ല. പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവകയിലെ പിള്ളേരേട്ടാ. അപ്പോൾ അതുകൊണ്ട് ഫീൽ ഫ്രീ, നിങ്ങളുടെ അതേ വൈബിൽ ഇരിക്കാൻ എനിക്ക് സന്തോഷമാണ്. നിങ്ങളെ അഭയനെയും ഹരീനെയൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ കണ്ടാൽ മതി. എന്ത് വേണമെങ്കിലും ചോദിക്കാൻ എനിക്ക് അറിയാവുന്നതാണെങ്കിലൊക്കെ ഞാൻ പറയാം. നിഷേധിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു, നിഷേധിയുടെ സുവിശേഷം. സാധാരണ ക്രിസ്ത്യാനിറ്റിയിൽ 4 സുവിശേഷമുണ്ട്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കയുടെ സുവിശേഷം. എനിക്ക് നിഷേധിയുടെ സുവിശേഷം ഇഷ്ടപ്പെട്ടു. നിഷേധി എന്ന് പറയുമ്പോൾ ആദ്യത്തെ നിഷേധിയായിട്ട് ഞാൻ കാണുന്നതും ക്രിസ്തുവിനെ തന്നെയാണ്. അതുകൊണ്ട് സംഭവം എല്ലാം ചേർന്ന് വയ്ക്കോളും, കുഴപ്പമില്ല. ഓക്കെ, ഇനി നല്ല ഫ്രീ ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഒരു മടിയും വേണ്ട, ഒരു ഹെസിറ്റേഷനും വേണ്ട, ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാണ്ട് ചോദിച്ചോ. ഞാൻ ചില ചോദ്യങ്ങളുമായി തുടരുകയാണ്. അപ്പോൾ ഫാദർ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഒപ്പം ഹസ്കെ കൂട്ടം ചേരലുകളെ ഭയക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടിച്ചേർന്നിരിക്കുക മാത്രമാണ് ഹസ്കെ ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫാദറിനോട് മറ്റൊരു ചോദ്യം. അതായത് ഹോമോഫോബിയും
ക്യൂർ ഫോബിയയും ഒക്കെ വാഴുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം ഇടവകയിൽ ഒരു ക്യൂർ നക്ഷത്രം തൂക്കി ഒരു വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് ഫാദർ. അത്തരത്തിൽ മതത്തിനകത്ത് നിന്നുകൊണ്ട് ക്യൂർ അഫർമേറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ, അത്തരം വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഒപ്പം കൂട്ടിച്ചേർക്കാനായിട്ട് മതത്തെ ക്യൂർ അഫർമേറ്റീവ് ആക്കാനായിട്ട് എന്തൊക്കെ ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടതായിട്ട് ഉള്ളത്? വെല്ലുവിളികളെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കുണ്ടാവേണ്ട ബോധ്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു വിപ്ലവം എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു ഇടവകയിൽ നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർക്കത് മനസ്സിലാകണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ കൂടെ അന്നുള്ളത് അത് യുവജനങ്ങളാണ്, യൂത്താണ്. അവരോട് നമ്മളിത് പറയുമ്പോൾ ആദ്യം അവരെയാണ് ഞാനത് കൺവിൻസ് ചെയ്യേണ്ടത്. നമ്മളിത് പറയേണ്ട ഇടമാണ്. ഒരുപക്ഷെ ഒരു മതം ആരംഭിക്കുമ്പോഴോ സുവിശേഷം എഴുതപ്പെടുമ്പോഴോ ഒന്നും ഈ കമ്മ്യൂണിറ്റിയെയോ ഈ ചിന്തകളെയോ ഒന്നും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല. കാലം മുന്നോട്ട് പോകുമ്പോഴാണ് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ നോക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കറക്റ്റാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സുവിശേഷത്തിനെയും ക്രിസ്തുവിനെയും നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലാതെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്ന ക്രിസ്തു ഇന്ന ആളുകളെ മാറ്റി നിർത്തണമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് സുവിശേഷം നിരക്കുന്നതാണ്. ഇനി സഭയുടെ ഡോക്യുമെൻറ്റുകളും ടീച്ചിങ്ങുകളും വരുമ്പോൾ ഇന്നും ഈ കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്തുന്ന അത്രയും ലെവലിലേക്കുള്ള തുറവിയിലേക്ക് വന്നിട്ടില്ല. ദാറ്റ് ഈസ് എ ഫാക്റ്റ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും പോപ്പ് ഫ്രാൻസിസിൻ്റെ നിലപാടുകളിൽ പലപ്പോഴും അവരോടും കരുണ കാണിക്കണം, അല്ലെങ്കിൽ അവരെയും ചേർത്ത് നിർത്തേണ്ടവരാണ് എന്ന ചിന്തകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിയമപരമായിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെയുള്ള സാധ്യതകളിലേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മുന്നേ പറക്കണമല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ആദ്യം ഞാൻ ചെയ്തത്, അന്ന് CLC എന്ന് പറയുന്നൊരു യൂത്ത് സംഘടന അവിടെയുള്ളത്, അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എഴുത്തും വായനയും TV ഒക്കെ കാണുന്ന പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യങ്ങളോട് നമ്മളും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും എൻ്റെ ഇടവകയിൽ നിന്ന് എനിക്ക് ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ അവരാദ്യം ബോധവൽക്കരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നതാണ്, ഈ നക്ഷത്രത്തിൻ്റെ ഇന്ന പ്രത്യേകതകൾ പറഞ്ഞു, അതെന്തിനെ സൂചിപ്പിക്കുന്നു, എന്താണ് ഇതിൻ്റെ മെസ്സേജ് എന്ന് കൃത്യമായിട്ട് ഇടവകയുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ പറയുകയും പാരിഷ് കൗൺസിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ പേടിയില്ല. കാരണം നമ്മുടെ സ്വന്തം ആളുകളാണ്, നമുക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ്. പക്ഷെ നമുക്ക് വരുന്ന വെല്ലുവിളി, ഞാനത് തൂക്കി അന്ന് വൈകുന്നേരം തന്നെ ഈ സംഭവം പല സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. അപ്പം നമുക്ക് വരുന്ന ഫോൺ കോളുകളാണ്. നിരന്തരമായിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ പല സ്ഥലത്തുനിന്ന് ഫോൺ വിളി വരും. ആ ഫോൺ വിളിയുടെ ഭാഷകളൊക്കെ അടുത്തതായിരിക്കും, അത് തെറിവിളിയിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മതം തലയ്ക്ക് പിടിച്ച് പ്രാന്തായി പോയ കുറച്ച് എന്താ പറയുക, അങ്ങനെയുള്ള മനുഷ്യരാണ്. പക്ഷേ അൺസഹിക്കബിളാണ്. നിരന്തരമായിട്ട് ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് പോകും നിരന്തരമായിട്ട് കേട്ട് കഴിയുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഈ നക്ഷത്രം കത്തിച്ച് കളയുന്നവരെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷമുള്ളത് ആ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ അന്നത്തെ ക്രിസ്മസിന് പാതിരാ കുർബാന കഴിഞ്ഞ് കേക്ക് മുറിക്കുമ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത എവിടെ നിന്നോ ഉള്ള കുറേ പേര് വന്നിട്ട് ആ ക്രിസ്മസിന് എൻ്റെ കൂടെ നിന്ന് ഹഗ് ചെയ്ത് ആ കേക്ക് പങ്കിട്ടത് ഈ ക്യൂർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഒരു വലിയ ജനസമൂഹത്തിൽ നിന്ന് മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല, കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും മുറിവുണക്കാനും മരുന്ന് പുരട്ടാനും ഇത്തിരി തണുപ്പ് കൊടുക്കാനും പറ്റിക്കഴിഞ്ഞാൽ അതാണ് സുവിശേഷം. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ യുക്തിവാദം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പൊതുവെ ഒരു അടക്കം പറച്ചിലുണ്ട്. ഹസ്കയിലും യുക്തിവാദികളായ മനുഷ്യരുണ്ട്, വിശ്വാസികളായ മനുഷ്യരുണ്ട്. ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം എടുത്താൽ ഞാനൊരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരു അജ്ഞേയവാദിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പാതയിൽ നടക്കാത്തവരെല്ലാം വഴി പിഴച്ചവരാണെന്ന രീതിയിലൊരു പ്രചാരണമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾ കൂടുതലും യുക്തിവാദത്തിൻ്റെ പാത പിന്തുടരുന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ഫാദർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം ഒരു കാര്യം കൂടി, ഫാദർ മറ്റ് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിബേറ്റ്സ് ആൻഡ് ഡയലോഗ്സിലൂടെ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യാം. അത്തരത്തിലൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഡിബേറ്റ്സ് ആൻഡ് ഡയലോഗ്സ് ഇതിനൊരു പ്രതിവിധിയാണോ? എന്താണ് ഫാദറിൻ്റെ ഒപ്പീനിയൻ? ജോൺ പോൾ II പോപ്പിൻ്റെ സമയത്താണ് ഫീദസ് എത്ത് റാസിയോ എന്ന് പറയുന്നൊരു ചാക്രിക ലേഖനം, വിശ്വാസവും യുക്തിയും, അവർ ചാക്രിക ലേഖനം വരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു വിശ്വാസിക്ക് പോലും അവന് റീസൺ ഇല്ലെങ്കിൽ ആ വിശ്വാസം എന്തൊരു ബ്ലൈൻഡാണ്. ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് റീസണബിൾ ആകണം,
അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും റീസണബിൾ ആയില്ലെങ്കിൽ പിന്നെ അതെന്ത് ഫെയ്ത്താണ്? അപ്പോൾ ഒരു നല്ല വിശ്വാസത്തിൽ പോലും മിനിമം റീസണിങ് വേണം, അല്ലെങ്കിൽ അത് വെറും ബ്ലൈൻഡ് ഫെയ്ത്താണ്. ഇനി യുക്തി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന മനുഷ്യർ ധൈര്യമായിട്ട് മുന്നോട്ട് പോട്ടെ, ഹസ്കയിൽ എല്ലാവരും ഉണ്ടാവട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം, ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള വഴികളിൽ എനിക്ക് തോന്നുന്നു ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ, ഒരുമിച്ചിരുന്ന് ഡയലോഗിലൂടെ പോകുന്നൊരു കമ്മ്യൂണിറ്റി, അതെന്ത് ഉദാത്തമായ കമ്മ്യൂണിറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരു നിയമവശം വെച്ചിട്ടോ, ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വെച്ചിട്ടോ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിയമങ്ങൾ വെച്ചിട്ടോ മാത്രം ജീവിച്ചു പോകുന്നവരാകാതെ ചുറ്റും ജീവിക്കുന്ന റിയാലിറ്റിയെ കണ്ണു തുറന്ന് കാണുകയും അതിനെ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂവിനെയും മതത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, മതത്തിന് തുറവിയുണ്ടാകേണ്ടതാണ്. അങ്ങനെ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയും അതിനോട് ഹെൽത്തി ആയ ഡിസ്കഷൻസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി വളരുകയാണ്, അവിടെ ഒരു സമൂഹം വളരാണ്. എനിക്ക് തോന്നുന്നു സൊസൈറ്റിയുടെ ഗ്രോത്ത് എപ്പോഴുണ്ടാകുന്നത് ഇതുപോലുള്ള ആരോഗ്യകരമായ ഡിബേറ്റുകളിലും തുറന്ന സംവാദങ്ങളിലുമാണ് ഉണ്ടാകുന്നത്. അതാണ് ശരിക്കും നാളത്തേക്ക് വേണ്ട ഒരു കാൽവെപ്പെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാത്തൊരു മെത്തേഡ്, ഈവൻ പോപ്പ് ഫ്രാൻസിസ് പോലും ഇപ്പോൾ ഡയലോഗിൻ്റെ ഭാഷയെ പറ്റിയാണ് കൂടുതലായിട്ട് പറയുന്നത്. ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. കുരിശ് യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ ഒരുപാട് കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാക്കിയ ക്രിസ്ത്യൻ മുസ്ലിം തമ്മിലുണ്ടായ യുദ്ധമാണ്. എന്തിനായിരുന്നു? വിശുദ്ധ ഭൂമിയായ ജെറുസലേമും ഒക്കെ വീണ്ടെടുക്കാനുള്ള യുദ്ധമാണ്. ആ സമയത്ത് കത്തോലിക്ക സഭയിൽ 2 വിശുദ്ധരുണ്ടായിരുന്നു. വിശുദ്ധർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അവർ സെയിൻ്റായിട്ട് വണക്കപ്പെടുന്ന, അൾത്താരിലേക്ക് ഉയർത്തുന്ന. ഒരാൾ സെയിൻറ്റ് ബെർണാഡാണ്. ഈ സെയിൻറ്റ് ബെർണാഡാണ് കുരിശ് യുദ്ധം വേണമെന്ന് പറഞ്ഞ ആൾ. അതേ കാലഘട്ടത്തിലെ മറ്റൊരു സെയിൻ്റാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. പുല്ലിനോടും പൂക്കളോടും മൃഗങ്ങളോടും വരെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നൊരു മനുഷ്യൻ. അപ്പോൾ ഇവർ 2 പേരും വിശുദ്ധരാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതിലേതാണ് വിശുദ്ധി? നമ്മുടെ റീസൺ വെച്ച് നോക്കുമ്പോൾ ഇതിലാരാണോ കൂടുതൽ മനുഷ്യനായിരുന്നത് അയാൾക്കാണ് നന്മയുള്ളതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഫ്രാൻസിസ് അന്ന് ഈ കുരിശ് യുദ്ധം നടക്കുമ്പോൾ ഇസ്ലാമും ക്രിസ്ത്യനും തമ്മിലുള്ള രക്തച്ചൊരിച്ചിലുകൾ രൂക്ഷമായിരിക്കുന്ന സമയത്ത് അതിർത്തി കടന്ന് സുൽത്താൻ്റെ പാളയത്തിലേക്ക് പോവാണ് ഫ്രാൻസിസ്. ആ പാളയത്തിലേക്ക് പോയത് സുവിശേഷം പ്രസംഗിക്കാനല്ല, അയാളെ വാഗ്വാദത്തിൽ കീഴ്പ്പെടുത്താനല്ല, മറിച്ച് അയാളുമായിട്ട് സ്നേഹ സംഭാഷണം, ഈ പറഞ്ഞ ഡയലോഗിൻ്റെ ഭാഷ. ഞാൻ പറഞ്ഞത് ഇതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ എൻ്റേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും, ഇവൻ്റെ വിശ്വാസം ഉണ്ടാവും, നിങ്ങളുടെ വിശ്വാസംഹിതകളുണ്ടാവും, നിങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളുണ്ടാവും. ഇതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കുമ്പോഴും നമുക്ക് തുറന്നിരുന്ന് ഒരു മേശയ്ക്കപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കാനും സഹവസിക്കാനും ഒരുമിച്ച് സഞ്ചരിക്കാനും പറ്റുമോ? ഇതൊന്നും നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കാതെ ഒരു കമ്മ്യൂണിറ്റി വളരെയല്ല ചെയ്യുക. ഈ നോർവേ എന്നൊക്കെ പറയുന്നത് മതമില്ലാത്ത രാജ്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയാണ് ക്രൈം റേറ്റ് ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടുതൽ പീസ്ഫുള്ളായിട്ട് മനുഷ്യർ അധിവസിക്കുന്നതും. മതം ഒരു നെസസറി ഒന്നുമല്ല, പക്ഷേ മനുഷ്യത്വം ഉണ്ടാവുക, ഡയലോഗ് ഉണ്ടാവുക, എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുക, അതൊരു നെസസറിയാണ്. ഫാദർ ഇപ്പം പറയുകയുണ്ടായി മതം ഒരു നെസസറി അല്ല എന്ന്. ശരിക്കും ഇന്ന് ഭരണകാര്യങ്ങളിൽ പോലും അല്ലെങ്കിൽ ഭരണത്തിൽ പോലും മതം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിലൊരു അവസ്ഥയിൽ മനുഷ്യന് മതത്തെ അല്ലെങ്കിൽ ദൈവത്തെ ഏത് ഒരു പോയിന്റ് വരെ ആവശ്യമുണ്ട്? ഈ വർഷത്തിൻ്റെ പ്രത്യേകത, ഹിറ്റ്ലറിൻ്റെ മെയിൻ കാഫ് ഇറങ്ങിയിട്ട് 100ാമത്തെ വർഷമാണിത്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം, നല്ലതാണ്. കാരണം ഒരു മനുഷ്യൻ പിന്നീട് എങ്ങനെ ഏറ്റവും വലിയ കിരാതനായ നരവേട്ടക്കാരനായിട്ട് മാറുമെന്നുള്ളതിൻ്റെ എല്ലാ ആരംഭ ലക്ഷണങ്ങളും ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങളെല്ലാം. അപ്പോൾ ഹിറ്റ്ലർ എല്ലാത്തിനെയും ഒരു യൂണിഫോം മോഡിലേക്ക് കൊണ്ടുവരാണ്. അതിൽ അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് വംശീയതയാണ്, രണ്ടാമത്തത് നാസിസമാണ്. ഇതിന് വേണ്ടി അദ്ദേഹം മതത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മതം പോലും വംശീയത പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചൊരു കാലഘട്ടം. അപ്പോൾ ഞാൻ മെയിൻ കാഫിലെയും ഹിറ്റ്ലർ എങ്ങനെ വളർന്നു വന്നു എന്നുള്ള കാലഘട്ടം നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ആധുനിക ഭാരതം അല്ലെങ്കിൽ പ്രസൻറ്റ് ഗവൺമെൻറ് നമ്മുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അതിൻ്റെ തനി ഈച്ച കോപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഫാസിസം ഉടലെടുത്തോ, എങ്ങനെ ഫാസിസം വളർന്നോ, എന്തൊക്കെ പ്രൊപ്പഗാണ്ടയിലൂടെ, എന്തെല്ലാം പ്രചരണങ്ങളിലൂടെ എങ്ങനെ മനുഷ്യരെ ഒരൊറ്റ കാര്യത്തിലേക്ക് ഹിറ്റ്ലർ കൊണ്ടുവന്നു, അതിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് തന്നെയാണ് എല്ലാ ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങൾ. അവരുറപ്പായിട്ടും മതത്തിന് മുൻപോട്ട് വയ്ക്കും. ആ മതം ദൈവത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല,
ഈ വംശീയതയും വർഗീയതയും ധ്രുവീകരണവും ഉണ്ടാക്കാൻ വേണ്ടി അവർ മതത്തിനെ കൊണ്ടുവരും. അവർ ഒരു ആശയഗ്രന്ഥം കൊണ്ടുവരും, മെയിൻ കാഫ് പോലെ അല്ലെങ്കിൽ വിചാരധാര പോലെ ഒന്ന് കൊണ്ടുവരും. അവർ കൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗം, ആ വിഭാഗം പേടിക്കേണ്ടവരാണെന്ന അനാവശ്യമായി ഭീതി വളർത്തും. അത് സിനിമകളിലൂടെ ആകാം, പ്രചരണങ്ങളിലൂടെ ആകാം, പലതും പറയും. അങ്ങനെ കൂടെ നിൽക്കുന്ന ജൂതന്മാർ നമുക്ക് ത്രെട്ടാണെന്ന് ചിന്തിച്ചു വച്ച ഒരു ജനതയുണ്ട്. ഇതുപോലെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ മതം നോക്കി, അവരുടെ ജാതി നോക്കി അവർ നമുക്ക് ത്രെട്ടാണെന്നുള്ളതും ഒരു ശുദ്ധ ഭാരതത്തിന് അവർ അനാവശ്യമാണ്, തള്ളിക്കളയേണ്ടതാണെന്നുള്ള ചിന്തയുണ്ടാവും. ഞാൻ പറയുന്നത് എല്ലാ ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആ ലക്ഷണങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുമ്പോൾ, അതിന് മതം ഉപയോഗിക്കപ്പെടുമ്പോൾ തീർച്ചയായും മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെളിവോടെ ഇതല്ല മതം, ഇതിനല്ല മതം ഉപയോഗിക്കേണ്ടത്. മതം ആത്യന്തികമായിട്ട് മനുഷ്യനെ സ്നേഹിക്കാനാണ്. അത് മതവാദം ഉണ്ടാക്കാനല്ല, അത് തീവ്രവാദം ഉണ്ടാക്കാനല്ല. ആത്യന്തികമായിട്ട് ആ മനുഷ്യസ്നേഹം നശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അത് മതമല്ല. അപ്പം മതമല്ലാതാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടെ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, കാരണം എപ്പോഴും ശുദ്ധീകരണം ഉണ്ടാകേണ്ടത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ്. ആ ഉള്ളിൽ നിന്ന് തന്നെ പൊളിക്കൽ തുടങ്ങണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ അച്ഛനായത് തന്നെ പൊളിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ളതാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ശുദ്ധീകരണം ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ പുറമേ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. എപ്പോഴും കാലങ്ങളായി സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന ശുദ്ധീകരണത്തിലൂടെയുള്ളൂ ആ സിസ്റ്റം ബോധവൽക്കരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ആ വിഭാഗം മുന്നണിയിലേക്ക് മുൻപോട്ട് വരികയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മതത്തിനെ കൂട്ടിക്കെട്ടുന്ന, അനാവശ്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഏത് കാര്യങ്ങളെയും ചെറുക്കപ്പെടേണ്ടതാണ്. അത് ചെറുക്കുക തന്നെ ചെയ്യും. അതിനുള്ള ബോധം പൊതുസമൂഹത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രൊപ്പഗാണ്ട സിനിമകൾ വരുമ്പോൾ നിങ്ങൾ തള്ളിക്കളയുന്നത്. അതുകൊണ്ടാണ് ഒരു ടർബോ വരുമ്പോൾ അതൊരു നല്ല സിനിമയാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ തിയേറ്ററിൽ കയറുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റാണത്. അപ്പോൾ അത് കേരളത്തിലെ സമൂഹം, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം വെളിവുള്ള ഒരു പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിങ്ങളും ഭാഗവാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യടികളും നിങ്ങളുടെ നിലപാടുകളും എല്ലാം അത് സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിച്ചതിന് കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞു, എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഫാദർ, ശരിക്കും ഈ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഫാദറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും വളരെയധികം അഭിനന്ദനാർഹമാണ് എന്നുകൂടി അറിയിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം, ഞാൻ വായിച്ചു കേട്ടതാണ്, സിനിമകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫാദർ. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഏറെ ആഗ്രഹമുള്ള, യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുതിയ കാലഘട്ടത്തിൽ ഡാൻസ് കളിക്കുന്ന അച്ഛന്മാരും പാട്ടുപാടുന്ന അച്ഛന്മാരും അത്തരത്തിൽ തൻ്റെ കലാവാസനകൾ അവതരിപ്പിക്കുന്ന ഫാദർമാരുമൊക്കെ ഏറെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഒരവസ്ഥയിൽ എത്രത്തോളം മതത്തിൻ്റെ ആ ഒരു മതചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ട് നിൽക്കെ തന്നെ എത്രത്തോളം മതത്തിൽ പുതിയ കാലഘട്ടത്തിൽ പരിഷ്കരണങ്ങൾ സാധ്യമാണ്? കലയും സാഹിത്യവും പാട്ടും ഡാൻസും ഒന്നും ഇല്ലാത്തൊരു സമൂഹം എന്ത് ബോറായിരിക്കും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ പോലും വൈകുന്നേരം ആകുമ്പോൾ ഒരു കൊട്ടിപ്പാട്ടും ഒത്തുചേർന്നുള്ള പാട്ടും ഉള്ളതല്ലേ നമ്മുടെ വൈബ്, ഒരു ക്യാമ്പിൻ്റെ പോലും വൈബ് അതല്ലേ. അത്തരത്തിലുള്ള സംഗീതത്തിനെ അവഗണിക്കുന്ന, അല്ലെങ്കിൽ കല മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മതത്തിന് എത്ര കാലം സർവ് ചെയ്യാൻ പറ്റും? അതെന്ത് ബോറന്മാരുടെ ഒരു സമൂഹമായിരിക്കും എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ പണ്ടൊക്കെ ചിന്തിച്ചിരുന്നു, കാരണം ഇതെല്ലാം പേഗൻ ആഘോഷങ്ങളാണ്, ഇതൊന്നും നിരക്കുന്നതല്ല. ഈവൻ നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് പോലും പാപമായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്ന ആളുകളുണ്ട്. റോസിയുടെ ഒക്കെ കഥ നമുക്കറിയാവുന്നതിൽ, ആദ്യകാല നടി. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത് പാപമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നൊരു സമൂഹമുണ്ട്. പക്ഷേ പിന്നീട് ഒരു മധ്യ കാലഘട്ടങ്ങളൊക്കെ എത്തുമ്പോൾ ഈ സഭ തന്നെയാണ് കലാകാരന്മാരെ വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബെർണീനി, മൈക്കൽ ആഞ്ചലോ, ലയനാർഡോ ഡാവിഞ്ചി, റാഫേൽ, ഇവരെല്ലാവരും സമകാലികരായിരുന്നു. ഇവരുടെ എല്ലാവരുടെ ആർട്ട് എവിടെയാണ് വന്നത്? അതെല്ലാം വത്തിക്കാനിലും സിസ്റ്റൈൻ ചാപ്പലിലും ഒക്കെ ആയിരുന്നു. അതായത് അന്നത്തെ മാർപ്പാപ്പമാർ കലയ്ക്കുള്ള ഇടമായിട്ട് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്, അവരെ വളർത്തിക്കൊണ്ട് വന്നു എന്നുള്ളതാണ്. ഫ്ലോറൻസിലൊക്കെ മേദിച്ചി എന്ന് പറയുന്നൊരു കുടുംബമുണ്ട്. അത്തരം ഫാമിലികൾ കലാകാരന്മാരെ സ്പോൺസർ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഏറ്റവും നല്ല ഉദാത്തമായ മോസസ് ആവട്ടെ, ഡേവിഡ് ആവട്ടെ, ലാസ്റ്റ് സപ്പർ ആവട്ടെ, മൊണാലിസ ആവട്ടെ, ഇതെല്ലാം മതമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ വന്നു. അതിൻ്റെ അർത്ഥം അന്ന് കലാകാരന്മാരെ മാനിക്കുന്ന തുറവിയുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇതേ മതത്തിൽ തന്നെ
നിങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിലെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൗഡുള്ളൊരു പിക്ചറാണ് മനുഷ്യർ. അതിലൊരുപാട് ന്യൂഡിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ആസ്വദിച്ചിരുന്നൊരു കാലഘട്ടമാണ്. പിന്നീട് ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന മത നേതാക്കന്മാർ ഫിഗില ഇവരുടെ നഗ്നതകളിൽ വെച്ച് പെയിൻ്റ് അടിച്ചു മറയ്ക്കാനായിട്ട്. അതിപ്പോഴും കാണാം അവിടെ. അപ്പോൾ പല സമയത്തിലും ഇതുപോലെ കലാകാരന്മാർക്ക് അനുകൂലമായിട്ടും നേരെ തിരിച്ചും വരുന്ന ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് നിൽക്കുമ്പോൾ എല്ലാത്തിനെയും തുറവിയോടെ കാണാൻ പറ്റണം. സിനിമയെ സിനിമയായിട്ടും സാഹിത്യത്തെ സാഹിത്യമായിട്ടും കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം ശുഷ്കിച്ചു പോകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അത് ചിത്രീകരിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ കയറി ബഹളം വയ്ക്കി ഒച്ചപ്പാടുണ്ടൊക്കെ വേണ്ട. അതിനുള്ള സഹിഷ്ണുതയൊക്കെ കാണിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി പേഴ്സണലി സിനിമ ഇഷ്ടപ്പെടാത്ത ആരുള്ള ഈ കൂട്ടത്തിൽ? നമ്മളെല്ലാവരും പണ്ട് പറയുമായിരുന്നു, ഒരു കല്ലെടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് വീഴുന്നത് ഏതെങ്കിലും എഞ്ചിനീയറുടെ തലയിലോ അല്ലെങ്കിൽ ബംഗാളിയുടെ തലയിലോ ആണെന്ന് പറയും. ഇന്ന് ഇതുപോലെ കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു 80% പേരും സിനിമ സ്വപ്നം കാണുന്നവരാണ്. സിനിമയിൽ നടനാകാനോ ടെക്നീഷ്യനാകാനോ സംവിധായകനാകാനോ കഥ എഴുതാനോ. കാരണം എല്ലാ കലകളുടെയും ഒരു മിക്സിംഗ് ആണ്. കഥ പറയാനുള്ളവർക്ക് സിനിമ മനസ്സിൽ കൊണ്ടുനടക്കാത്ത ആരും ഉണ്ടാവില്ല. സിനിമ എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു 8, 9, 10 വർഷമായിട്ട് എൻ്റെ സ്വപ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ സിനിമാ പ്രേമികളായ കുട്ടികളെ ചേർത്ത് പിടിക്കുക, അവരിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ കിട്ടുന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം അവരിലൂടെ ഒരു സിനിമയെങ്കിലും വിരിയുമ്പോൾ, ഒരാളെങ്കിലും സിനിമയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ശക്തമായിട്ട് സംവദിക്കുന്നൊരു മീഡിയമാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ നമ്മൾ പായൽ കബാഡിയെ ചർച്ചയാക്കുന്നത്, അവരുടെ രാഷ്ട്രീയം ചർച്ചയാക്കുന്നത്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റും സിനിമയും ചർച്ചയാവുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായ ദിവസമാണിത്. കാരണം ഒരു ഗവൺമെൻറ്റിനെതിരെ കലഹിച്ചൊരു പെൺകുട്ടി ഇന്ന് അവൾ രാജ്യത്തിന് നിറകയിൽ നിൽക്കുന്നു, അവളുടെ സിനിമയും പേറിക്കൊണ്ട്. അത് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ സപ്പോർട്ടില്ലാതെ. അതല്ല ഹീറോയിസം. അവരിനിയും വരും, പ്രൊപ്പഗാണ്ട സിനിമകളായിട്ട് വരും. പക്ഷേ ഈ കിട്ടുന്ന റീച്ച് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ കലയ്ക്കും യഥാർത്ഥ രാഷ്ട്രീയത്തിനും കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ കല സംവദിക്കണം. ഒരിക്കലും ഋത്തിക് ഘട്ടക്കിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ജോൺ അബ്രഹാം. ജോൺ അബ്രഹാം ക്യാമറയായിട്ട് പോയപ്പോൾ ഋത്തിക് ഘട്ടക്ക് പറഞ്ഞു, എടാ നിൻ്റെ കയ്യിരിക്കുന്ന ക്യാമറയല്ല. അപ്പോൾ ജോൺ പറഞ്ഞു, അറിയാം, കണ്ണാണ്. അല്ല. കണ്ണാടിയാണ്. അല്ല. എടാ നിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറ ഷൂട്ടിംഗ് ഗണ്ണാണ് എന്ന് പറയുന്നത് ഋത്തിക് ഘട്ടക്കാണ്. സ്നേഹമുള്ളവർ, അത്തരത്തിലുള്ള സിനിമകളും കൂടി സമൂഹത്തിൽ ഉണ്ടാവണം. സിനിമ എൻ്റർടൈൻ ചെയ്യേണ്ടതാണ്. ക്ലാസ് കാണണം, മാസ് കാണണം, മസാല കാണണം, എല്ലാം കാണണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമുള്ള സിനിമകളും കാണണം. അതെല്ലാം സിനിമകളിലൂടെ നമുക്ക് മനുഷ്യരിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ പറ്റും. ഒരു സന്ദേശവാഹനം മാത്രമല്ല സിനിമ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് കലയെന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും കുറേയൊക്കെ മനുഷ്യനെ റിലാക്സ് ആക്കുന്ന പരിപാടിയാണ്. ഒരു കഥാർസിസാണ്. ഗ്രീക്ക് ചിന്തകർ പറയും കഥാർസിസ് എന്ന് വെച്ചാൽ ഉറഞ്ഞു തുള്ളലാണ്. ആ ഒരു ഉറഞ്ഞു തുള്ളൽ കഴിയുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾ തീർന്നു, അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർന്നു. നമ്മുടെ ദ്രാവിഡ ചിന്താഗതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ചില ദ്രാവിഡ ഉത്സവങ്ങൾക്കൊക്കെ തെറിപ്പാട്ട് പാടുമെന്ന് പറയാറുണ്ട്. ഉറഞ്ഞു തുള്ളി ദേവീനെ തെറി പറഞ്ഞാണ് പാട്ട് പാടുന്നത്. അതൊരു തരത്തിൽ പറഞ്ഞ കഥാർസിസാണ്. എല്ലാ കലകളും കഥാർസിസാണ്. നമ്മളെ മറന്ന് മറ്റൊന്നിൽ ലയിച്ച് അതൊരു സൃഷ്ടിയാകാം, ഒരു സൃഷ്ടിയുടെ പൂർത്തീകരണമാകാം. അതിലൂടെ സംഭവിക്കുന്നത് ഒരു വിമലീകരണമാണ്. ഞാൻ തന്നെ ശുദ്ധിയാക്കപ്പെടുന്നുണ്ട്, എൻ്റെ സമൂഹം റിലാക്സ്ഡ് ആവുന്നുണ്ട്. കുറച്ച് പിള്ളേർ, ഒരു പള്ളിയിൽ അച്ഛനും പിള്ളേരും കൂടി തുള്ളുന്നു. കുറച്ച് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, അച്ഛനുണ്ട്. മാറി നിൽക്കുന്ന അപ്പാപ്പൻ വൈബ് അല്ലെങ്കിൽ അമ്മാമ്മ വൈബ്, നിങ്ങൾ പറയുകയാണെങ്കിൽ തന്ത വൈബ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കളിയാക്കാറുണ്ട്. അവർ പറയും, അഴിഞ്ഞാടെന്ന് കണ്ടില്ലേ പിള്ളേർ. ഈ അപ്പാപ്പൻ തന്നെ വന്ന് നമ്മുടെ കൂടെ തുള്ളാൻ തുടങ്ങിയോ, പുള്ളിയുടെ മൈൻഡ് മാറി. മനസ്സിലായോ? അപ്പോൾ ഒരാൾ പുറത്തുനിന്ന് ഒരാളെ നോക്കുന്നതും ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കഥാർസിസ് മലയാളി സമൂഹത്തിൽ അന്യം നിൽക്കുമ്പോഴാണ് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നത്. സിനിമ ഒഴിവാക്കരുത്, യാത്ര ഒഴിവാക്കരുത്. എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും നിർദ്ദേശമോ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് 3 കാര്യം പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വായിക്കുക. കട്ടിയുള്ള പുസ്തകം വായിക്കാൻ പറ്റില്ല, ബാലരമയോ ബാലമംഗളോ എങ്കിലും വായിക്കുക. ഫേസ്ബുക്കെങ്കിലും സ്ക്രോൾ ചെയ്ത് വിടുക. ട്രോൾ പേജുകളെങ്കിലും വായിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സിനിമകൾ കാണുക. അത് ക്ലാസ്സോ മാസോ ഹിന്ദിയോ തെലുങ്കോ തമിഴോ സിനിമകൾ കാണുക. മൂന്നാമത്തെ കാര്യം, ഒരു പരിധികളുമില്ലാതെ യാത്ര ചെയ്യുക. പ്ലാൻഡ് ട്രിപ്പല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് പോകും. രാവിലെ എണീക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു, ഇടുക്കിക്ക് വെച്ച് പിടിക്കുക, ഒരു കട്ടൻ ചായ കുടിക്കുക, തിരിച്ചു വരിക. രാവിലെ കുളിക്കാൻ തോന്നുന്നു, വയനാട്ടിൽ പോയി കുളിക്കുക. സ്നേഹമുള്ളവർ, ഈ യാത്രകൾ മനുഷ്യന് കൊടുക്കുന്നൊരു വെളിവുണ്ടല്ലോ. നമ്മൾ നമ്മുടെ കുഞ്ഞു ലോകങ്ങൾ വിട്ടിട്ട്, നമ്മുടെ പൊട്ടക്കിണറെ വിട്ടിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയും മനുഷ്യരുണ്ട്,
ഇങ്ങനെയും സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെയും സംസ്കാരമുണ്ട്. ഇത് കണ്ട് കണ്ട് വളരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് ബ്രോഡനാവും. മറ്റൊരാൾ എഴുതിയ പുസ്തകം വായിക്കുമ്പോൾ പുതിയൊരു കാഴ്ചപ്പാടാണ്, മൈൻഡ് ബ്രോഡനാവും. സിനിമ കാണുമ്പോൾ വേറൊരു പെർസ്പെക്റ്റീവാണ്, വേറൊരു ജീവിതമാണ്, ജീവിത സാഹചര്യമാണ്, മൈൻഡ് ബ്രോഡനാവും. നിങ്ങൾക്ക് ഏറ്റവും ഉദാത്തതയുള്ള ഒരു നല്ല മനുഷ്യനാകാനുള്ള 3 സിമ്പിൾ ടെക്നിക്കാണ്. യാത്രകളെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ സിനിമകളെ സ്നേഹിക്കുക, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറച്ചുകൂടി വേറെ ലെവലിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് സജഷനാണ്, പറ്റിയാൽ നിങ്ങൾക്കൊക്കെ ഉള്ളവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ. എന്നോട് ഇവൻ പറഞ്ഞു സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, അഭിരുചികൾ നോക്കിയൊക്കെയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത്തരത്തിൽ വളരുന്നവർക്കാണ് എന്തെങ്കിലും വെളിച്ചം സമൂഹത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഈ ക്യാമ്പിലിരിക്കുന്നവർ നാളെ ഈ ഹെസ്കയുടെ അംഗമാകാം, അടുത്ത തവണ ഇത് കണ്ടക്ട് ചെയ്യുന്ന ആളായി മാറാം. നിങ്ങൾ കൊടുക്കുന്നൊരു വെളിച്ചമുണ്ട് മനുഷ്യർക്ക്, അത് കുറച്ചും കൂടി തുറവിയുടെയാണ്. ഏറ്റവും മനുഷ്യൻ വിശാലമാകുന്നത്, മനുഷ്യനെ ഏറ്റവും നന്മയുള്ളവനായിട്ട് മാറുന്നത് ഞാൻ ചിന്തിക്കുന്നത് എത്രമാത്രം നീ വിശാലമാകുന്നുവോ, എത്രമാത്രം നിൻ്റെ മൈൻഡ് ബ്രോഡനാകുന്നുവോ. ബ്രോഡനാകുമ്പോൾ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ പറ്റും. ഒരാളോടും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്രത്തോളം നീ ബ്രോഡനാവുന്നോ അത്രത്തോളം നന്മയുള്ള, അത്രത്തോളം നല്ല മനുഷ്യനായിട്ട് നീ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫും കാഴ്ചപ്പാടും ബ്രോഡനാക്കാൻ പറ്റുന്ന എന്ത് കിട്ടിയാലും മുന്നും പിന്നും നോക്കാണ്ട് ചെയ്തോ. യാത്രകൾ പോവുക, പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ രാജ്യങ്ങളും പുതിയ മനുഷ്യരെയും കാണുക. നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള മനുഷ്യരായിട്ട് മാറും. വെറുതെ ഇവിടെ കിടന്ന് കടിപിടി കൂടാതെ ഉന്നതമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് മാറാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഫാദറിൻ്റെ ഈ വാക്കുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ. ഞാൻ എൻ്റെ +2 പഠിച്ചത് മർക്കസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് കാർമൽ CMC സഭയുടെ കീഴിലുള്ള ഒരു കോളേജിലായിരുന്നു. ആ സമയത്തൊക്കെ ഇപ്പം ഫാദറിന് ഫസ്റ്റ് എൻ്റെ ഒരു സന്തോഷം ഈ ഒരു ഡ്രസ്സിൽ കണ്ടപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഒരു ഫാദർ ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു ഫാദറിനെ ഇതേപോലെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാനൊരു ലുക്കില്ലെന്നുള്ള അച്ഛനാ. ഓക്കെ, ഈ അടുത്തും ഇതേപോലൊരു ഇവരുടെ തന്നെ വേറൊരു ക്യാമ്പിൽ വെച്ചിട്ട് ഒരു ഫാദറിനെ മീറ്റ് ചെയ്തു. ആ സമയത്ത് ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ഒരു ലോഹയുടെ ആവശ്യമില്ല എന്ന്. ആ സമയത്ത് എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. ഫസ്റ്റ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ കാർമലിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ, എൻ്റെ അപ്പുറത്തിരുന്ന കുട്ടി സിസ്റ്ററായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ക്വസ്റ്റ്യനാണ്, ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൻ്റെ, അല്ലെങ്കിൽ എനിക്കറിയില്ല സീരിയസ്ലി അത് എത്രത്തോളം ഒരു കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന്. അങ്ങനത്തെ ഒരു ഇതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും? ഇപ്പം ഞാൻ മർക്കസിൽ പഠിച്ച സമയത്ത് എൻ്റെ കൂടെ 2 വർഷം പഠിച്ച കുട്ടിയുടെ ഫേസ് ഞാൻ ആ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിയുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ കുട്ടി വന്നത് അത്രയും ഹിജാബ് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കോളേജിലെ ആ കോളേജ് ബസ്സിൻ്റെ ഡ്രൈവർ ഈ സിസ്റ്റർ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു വസ്ത്രം കൊടുത്ത് അവരെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ പറഞ്ഞ പോലെ കലാപരമായും കായികപരമായും ഒക്കെ കഴിവുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു വസ്ത്രം കൊടുക്കുമ്പോഴല്ലേ ശരിക്കും അവർക്കൊരു ലിമിറ്റേഷൻ വരുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. നല്ല ചോദ്യമാണ്. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം കൃത്യമായിട്ട്. ഇതെല്ലാം രൂപപ്പെട്ട് വന്നത് ആദ്യ നൂറ്റാണ്ട് കാലം തൊട്ടാണ്. ഇപ്പോഴും നമ്മളിതൊക്കെ ധരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇടുന്നൊരു വസ്ത്രം എന്നെ ആളുകളായിട്ട് അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം എനിക്ക് കുറച്ചും കൂടി ആളുകളോട് മിങ്കിൾ ചെയ്യാൻ പറ്റും. ആ ഒരു വസ്ത്രം എൻ്റെ ശരീരത്തിൽ വീഴുന്നതോടുകൂടി തന്നെ ആളുകൾക്ക് മുൻവിധി വരാം, ഓ മറ്റേ കത്തരാര് എന്നൊരു ചിന്ത വരാം. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങൾ അണിയുന്ന വസ്ത്രം കൊണ്ടാണ് നിങ്ങൾ അച്ഛനാവുന്നതെങ്കിൽ ദൈവത്തെ ഓർത്തത് അണിയാണ്ടിരിക്കണം നല്ലത്. മറിച്ച് നമ്മൾ എടുക്കേണ്ട നിലപാടുകളാണ് ഒരാൾ അച്ഛനാകുന്നത്. സ്റ്റാൻ സ്വാമി ഒരു വൈദികനാണ്. എന്തെങ്കിലും നിങ്ങൾ ഡ്രസ്സ് ഇട്ട് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പാവപ്പെട്ടവരുടെ കൂടെ, ആദിവാസികളുടെ കൂടെയായിരുന്നു. മരിക്കുമ്പോഴും വസ്ത്രത്തെ പറ്റിയൊന്നും കോൺഷ്യസ് അല്ല. കാരണം അയാളുടെ നിലപാടുകളിൽ അയാളൊരു വൈദികനായിരുന്നു, അല്ലെങ്കിൽ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു വൈദികൻ ഫാദർ വട്ടോളിയാണ്, അഗസ്റ്റിൻ വട്ടോളി. എൻ്റെ രൂപത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന അച്ഛനാണ്. അങ്ങേര് ഇന്ന് വരെ ഞാൻ ഉടുപ്പിട്ട് കണ്ടിട്ടില്ല. പക്ഷേ വയനാട്ടിലൊരു ആദിവാസി പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പുള്ളി പിറ്റേന്ന് വയനാട്ടിലുണ്ടാവും. വാളയാർ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പുള്ളി അവിടെ ഉണ്ടാവും. മൂലമ്പള്ളി സമരം ഉണ്ടെങ്കിൽ പുള്ളി അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു വസ്ത്രമല്ല നിങ്ങളിലെ പുരോഗതി നിർണ്ണയിക്കേണ്ടത്. ഒരു വസ്ത്രം കൊണ്ടാണ് നിങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഗതികേടാണ്, നിങ്ങളുടെ തോൽവിയാണ്. നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ നിലപാടുകളുണ്ട് നിങ്ങൾ വൈദികനായിട്ട് ആളുകൾ മനസ്സിലാക്കട്ടെ. ചേഞ്ച് ചെയ്യണത് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് നാളെ തൊട്ട് സിസ്റ്റേഴ്സ് ഈ ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞാൽ അവരൊരു കാലത്ത് സമ്മതിക്കാൻ പോണില്ല.
അത് അവരുടെ ഉള്ളിൽ നിന്ന് വരണം. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ശബ്ദങ്ങളുണ്ടാവണം. നമുക്ക് എന്തിനാ ഈ വസ്ത്രം, നമുക്ക് കുറച്ചും കൂടി ഇന്ത്യൻ ഡ്രസ്സായാൽ പോരെ, അല്ല ഒരു ചുരിദാറായാൽ പോരെ, ആളുകളുടെ മര്യാദയ്ക്ക് സംസാരിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന സിസ്റ്റേഴ്സ് വരാണെങ്കിൽ ഉറപ്പായിട്ടും മാറ്റങ്ങളുണ്ടാവും. നോർത്തിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു അവരിതിനെപ്പറ്റി ഒന്നും കോൺഷ്യസ് അല്ല. ആദിവാസികളുടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സൊക്കെ സാരി ധരിച്ച്, കാവി സാരി ധരിച്ച്, അല്ലെങ്കിൽ സാധാരണ സാരി ധരിച്ച് മനുഷ്യർ. എന്തുകൊണ്ടാണ് മദർ തെരേസ ആ ഡ്രസ്സ് എടുത്തത്? അന്ന് തോട്ടിപ്പണിക്കാരുടെ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളോട് എനിക്ക് താതാത്മ്യപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായിട്ട് സമൂഹം കണ്ടുകൊണ്ടിരുന്ന തോട്ടിപ്പണിക്കാരുടെ യൂണിഫോം ആയിരുന്നത്. അപ്പം നമ്മൾ ചെയ്തതിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ. അല്ലെങ്കിൽ ഏതോ യൂറോപ്പിലെ ഡ്രസ് സ്റ്റൈല് ഞാൻ ഇവിടെ അനുകരിക്കുന്നതിൽ വല്ല കഥയുണ്ടോ? അത് കുറച്ചുകൂടി ഇന്ത്യൻ ആവണം, കുറച്ചും കൂടി നോർമൽ ആകണം എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. മാറ്റങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. അച്ചോ, എന്തൊക്കെ പറഞ്ഞാലും ഈ പിന്തിരിപ്പൻ സംവിധാനങ്ങൾ ഒരുപാടുള്ളൊരു മതത്തിൻ്റെ ഭാഗമായി ധാരാളം ഉണ്ട്. സത്യം കിട്ടും. അപ്പം അച്ഛനിങ്ങനെ തോന്നലുകളും സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുമ്പോൾ എത്ര നാൾ പരിക്കില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഒരു സന്തോഷം ഞാൻ നിന്നോട് പങ്കുവയ്ക്കാം. ഞാൻ ഇപ്പോഴും അച്ഛനാണ്, ഇന്നും അച്ഛനാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിൽ കേൾക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ എത്ര നാൾ തുടരുമെന്ന് കണ്ടറിയണം, നിങ്ങൾ എത്ര നാൾ വച്ച് പൊറുപ്പിക്കുമെന്ന് കണ്ടറിയണം എന്നുള്ളൊരു ചോദ്യങ്ങളുണ്ടല്ലോ. ഏതായാലും ഇന്ന് വരെ കുഴപ്പമില്ല, നാളെ എന്താവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനി ഞാൻ പറയുന്നത്, ഏത് പഴകിയ സിസ്റ്റമാണെങ്കിലും ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കലഹിക്കുമ്പോൾ ഉറപ്പായിട്ടും സിസ്റ്റത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരുടെയൊക്കെ ശബ്ദങ്ങൾ പതുക്കെ പതുക്കെ തമസ്കരിക്കപ്പെടും. അത് നോർമലാണ്. അത് ഏത് സിസ്റ്റം, കത്തോലിക്ക സഭയാണെങ്കിലും കമ്മ്യൂണിസം ആണെങ്കിലും അതങ്ങനെ തന്നെയാണ്. സിസ്റ്റത്തിൻ്റെ തൂണുകൾ എന്നും താങ്ങി നിർത്തിയാലേ സിസ്റ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലെ അധികാരികൾ എന്നും സിസ്റ്റത്തിൻ്റെ തൂണുകൾക്ക് കോട്ടം തട്ടാതെ അവർ നോക്കും, സിസ്റ്റത്തിൻ്റെ മൂല്യമല്ല നോക്കുന്നത്. അപ്പോൾ ഇതൊരു നിഷേധിയുടെ ജീവിതം തന്നെയാണ്. ക്രിസ്തു ജീവിച്ചത് എന്തായിരുന്നു? അന്നത്തെ മതത്തിൻ്റെ, യഹൂദ മതത്തിൻ്റെ എല്ലാ മാമൂലുകളുള്ളൊരു മതത്തിനെ പൊളിച്ചിട്ട് ഇറങ്ങി വന്ന ആളാണ് ക്രിസ്തു. പക്ഷേ ഇന്ന് ആ ക്രിസ്തുവിൻ്റെ പേരിലാണ് ഏറ്റവും വലിയ സിസ്റ്റം ഉള്ളത്. ഈ സിസ്റ്റത്തിനെ പൊളിച്ചു വന്ന വിപ്ലവകാരിയാണ് ക്രിസ്തു. ഇന്ന് ആ ക്രിസ്തുവിനെ വിഗ്രഹവൽക്കരിച്ചിട്ട് അതൊരു വലിയ സിസ്റ്റമാക്കി മാറ്റി. എന്തൊരു ഐറണിയാണ്. അപ്പം നമ്മൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണോ മതത്തിൻ്റെ പുറത്താണോ ജീവിക്കുന്നുള്ളതല്ല ചോദ്യം. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ നയിക്കുന്ന ആറ്റിറ്റ്യൂഡ് അതൊരിക്കലും സിസ്റ്റത്തിൻ്റെ പൊല്യൂട്ടഡ് ആറ്റിറ്റ്യൂഡ് ആവരുത്. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ബാക്ക് ടു ബേസിസ് എന്നുള്ളതാണ്. ഉറവിടങ്ങളിലേക്ക് മടങ്ങുക. ആ ഉറവിടം ഏതാണ്? ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ കാര്യമാണെങ്കിൽ ക്രിസ്തുവിലേക്ക് മടങ്ങുക. അതിൻ്റെ ആരംഭകാലത്ത് ക്രിസ്തു എന്താ മുന്നോട്ട് വെച്ചത്? അത് സ്നേഹമാണ്, അത് സൗഹൃദമാണ്, അത് അപരനെ സ്നേഹിക്കലാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിതകാലം മൊത്തം ഇരുന്നാലും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുറത്തിറങ്ങിയാലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റണം. അത് മറ്റൊരു സിസ്റ്റത്തിലേക്കാണ് ഇറങ്ങുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ രാജ്യം വിട്ടു പോകണം. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ എവിടെയെങ്കിലൊക്കെ ചട്ടക്കൂടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ആ ചട്ടക്കൂടുകളിൽ നിൽക്കുമ്പോഴും ആ ചട്ടക്കൂടുകളുടെ പുഴുക്കുത്തുകൾ നമ്മളെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. എനിക്കിന്ന് മതത്തിൻ്റെ ഉള്ളിലും ജീവിക്കാം, മതത്തിന് പുറത്തും ജീവിക്കാം. മതത്തിൻ്റെ ഉള്ളിലുള്ളപ്പോഴും ഞാൻ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തീർക്കാതിരിക്കുക, മനുഷ്യരെ മനുഷ്യരായിട്ട് തന്നെ കാണുക. എനിക്ക് ഈ വസ്ത്രത്തിൽ വരാൻ കംഫർട്ടുണ്ട്. ഞാൻ ഹരിയോട് ചോദിച്ചു, നിങ്ങൾ എന്നെ മറ്റേ വസ്ത്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹരി പറഞ്ഞു, എവിടെ, പിള്ളേരല്ലേ. ഞാനും കംഫർട്ടായി. ഞാൻ ഏറ്റവും കുറച്ചാണ് ഉടുപ്പിടാറുള്ളത്. അതും ഇതുപോലെ മതത്തിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പ്രായമായ മനുഷ്യരൊക്കെയാണ്. അവർ കണ്ടുമ്പോൾ ഏതായി കൊച്ചിറക്കെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. വസ്ത്രത്തിന് ആ വില കൊടുത്താൽ മതി. വസ്ത്രമല്ല നിങ്ങൾ അണിയേണ്ടത്, നിങ്ങളുടെ നിലപാടുകളും ജീവിതവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളതാണ്. അപ്പോൾ എത്ര കാലം നിൽക്കുമെന്ന് എനിക്കും അറിയാൻ പാടില്ല. എന്നാലും പേടിയില്ല. ഒരു കാര്യം പറയാനുള്ളത്, ഈ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ ഒന്നാം ലോക മഹായുദ്ധ കാലത്തിന് ശേഷം വലിയൊരു നേതാവായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അവസാനം വലിയ കൂട്ടക്കുരുതികളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു നേതാവ് എനിക് മൗസു എന്ന് പറയുന്നൊരു നേതാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളി അവസാനമായിട്ട് പറഞ്ഞൊരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: നിങ്ങൾ അധികാരികളോട് സത്യം വിളിച്ചു പറയാൻ ഒരിക്കലും ഭയക്കരുത്. നിങ്ങളെ 1000 തവണ കൊല്ലുമെന്ന് പറഞ്ഞാലും നിങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് ഉച്ചത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ജനത പറയാതിരുന്നത് കൊണ്ടാണ് ഹിറ്റ്ലറുടെ പടയോട്ടം അവിടെ ആവർത്തിക്കപ്പെട്ടതും ആ ഒരു ജനത അങ്ങനെയായി പോയതും. അപ്പോൾ അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലാണെങ്കിലും സത്യമാണെന്ന് നമുക്ക് ബോധ്യമുള്ളൊരു കാര്യം മടിയില്ലാതെ വിളിച്ചു പറയുക. പേടിക്കരുത്. പേടി കൂടാതെ ജീവിക്കുക എന്നുള്ളതാണ്, അതല്ല ഏറ്റവും വലിയ കാര്യം. നട്ടല് നിവർത്തി നിൽക്കാൻ പറ്റുക, ഒരാളെയും പേടിക്കാണ്ട് നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ഒരാളുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരിക എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്.
മനുഷ്യനായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുമ്പോൾ ഉറപ്പായിട്ട് സത്യങ്ങൾ വിളിച്ചു പറയാനും പറ്റണം. അതുകൊണ്ട് പേടിയില്ല, സംഭവിക്കാനുള്ളത് എന്ത് സംഭവിക്കാം, അറിയാൻ പാടില്ല. നമസ്കാരം, എൻ്റെ പേര് അതുൽ. ഞാൻ 2 ചോദ്യങ്ങളാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ഒരു അച്ഛനാവുന്നതിന് മുന്നേ സെമിനാരിയിലൊരു പഠനകാലം ഉണ്ടാവുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഠനകാലം തൊട്ടേ താങ്കൾക്ക് ഈ ഒരു നിഷേധിയുടെ ഒരു ഉള്ളറ ഉണ്ടായിരുന്നോ, അതോ അച്ഛനായതിനു ശേഷം ഒന്ന് പുനർചിന്തിച്ചപ്പോൾ ഉണ്ടായ ഒരു വെളിപാട് പോലെ സംഭവിച്ചതായിരുന്നു, അതോ താങ്കൾ പണ്ടേ ഇങ്ങനെയായിരുന്നോ? ഇത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, ഇപ്പോൾ വളരെ സെൻസേഷണലായിട്ടുള്ളൊരു വിഷയമായിരുന്നു ഫാദർ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ഒരു കേസ്. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് എൻ്റെ ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ മണിപ്പൂരിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയെന്ന് കേട്ടു. പിന്നെ അതിനുശേഷം വളരെ റീസെൻ്റായിട്ട് കണ്ടത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പ്രാർത്ഥനാ യോഗം പോലെ ഇപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് ഞാനിങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഇനി വരുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തിനോട് ഇപ്പോൾ താങ്കൾ കൂടുതലും സമ്മതിക്കുന്നത് ക്രിസ്ത്യൻ യുവാക്കളോടും യുവതികളോടും ആയിരിക്കും, ഇതുപോലെയുള്ള സ്റ്റേജുകളല്ലാതെ. ഇങ്ങനെയുള്ള വേദികൾ കൂടുതൽ കിട്ടുന്നുണ്ട്, അത് വലിയ സന്തോഷമാണ്. നല്ല. അപ്പോൾ അത്തരം പ്രവണതകളെ നമുക്ക് എങ്ങനെ ഒരു നവീനമായ കാഴ്ചപ്പാടിൽ നമുക്ക് എങ്ങനെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും? അതായത് ഈ ഫ്രാങ്കോവിനെ പോലുള്ളവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? ഇത് രണ്ടുമാണ് ചോദ്യങ്ങൾ. നന്ദി. ഈ ഫ്രാങ്കോക്കെതിരെ സിസ്റ്റേഴ്സ് നടത്തിയ ഒരു സമരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ സമരം നടന്നത് ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിലാണ്. ആ സമരത്തിൽ 3 ദിവസം സമരപ്പന്തലിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡ് ക്ലിയറാണ് ആ കാര്യത്തിൽ. ഇനി ഒരിക്കലും ഒരാളൊരു അധികാര സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ അധികാരത്തിൻ്റെ കുഷ്ഠം ബാധിക്കുക എന്ന് പറയും. ഒരുപക്ഷെ അദ്ദേഹത്തെ ആരാണ് സംരക്ഷിക്കുന്നത്? അദ്ദേഹത്തെ കൂടുതൽ സംരക്ഷിക്കുന്നത് മെത്രാന്മാർ തന്നെയാണ്. എങ്കിലും ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. മണിപ്പൂരിലാണെന്ന് എനിക്കറിയില്ല, നോർത്തിൽ എവിടെയോ ആണ് എന്ന് കേൾക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അതുലേ. ഇപ്പോൾ കർഡിനാൾ എഡ്ഗാരിക് മക്കാരിക് എന്ന് പറയുന്ന ഒരു ബിഷപ്പുണ്ട്. ബിൽ ക്ലിൻ്റനും ഒബാമയും പോലും ഏറ്റവും അധികം പ്രശംസിച്ച ഒരു ബിഷപ്പാണ്. നീണ്ടകാലം അമേരിക്കയിലെ ന്യൂയോർക്കിലെ ആർച്ച് ബിഷപ്പായിരുന്നു. 82-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനെ മാർപ്പാപ്പ രാജിവെപ്പിച്ച് പുറത്താക്കി. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നീണ്ട കാലങ്ങളിൽ അദ്ദേഹം നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെ കഥയാണ്. സെമിനാരിക്കാരായിട്ടുള്ള പിള്ളേരെ, മൈനറായിട്ടുള്ള കുട്ടികളെ, ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അതെല്ലാം തൻ്റെ പവർ ഉപയോഗിച്ചും തൻ്റെ അധികാരം ഉപയോഗിച്ചും മൂടി വെച്ച് അവസാനം മാർപ്പാപ്പ ഇത് തിരിച്ചറിയുമ്പോഴത്തേനും അദ്ദേഹം ഒരു കർദിനാളാണ്. അത്രയും ശ്രേഷ്ഠമായ പദവിയിലെത്തി. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കൗൺസിൽ അംഗമാണ്. പക്ഷേ മാതൃകാപരമായിട്ടും രാജിവെപ്പിച്ച് പുറത്താക്കി. എന്നിട്ട് 469 പേജുള്ള ഒരു പേപ്പറും കൂടി, ഒരു പത്രികയും കൂടി മാർപ്പാപ്പ ഇറക്കി. ഇതൊന്നാമത്തെ കേസ്. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് കാർഡിനൽ ജൊവാനി ബെച്ചു എന്ന് പറയുന്ന മറ്റൊരു കർഡിനാളിനെ പുറത്താക്കുന്നത്. അദ്ദേഹം നടത്തിയ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇടപാടാണ്, കോടികളുടെ തട്ടിപ്പാണ്. അപ്പം ഞാൻ പറയുന്നത്, തലപ്പത്തിരിക്കുന്നവരിൽ പോലും, നമ്മൾ വിശുദ്ധരെന്ന് കരുതുന്നവരുടെ ഇടങ്ങളിൽ പോലും പുഴുക്കത്തുകളുണ്ട്. ഞാനതെനിക്ക് വേണമെങ്കിൽ മൂടി വയ്ക്കാം, എൻ്റെ സഭയെ നാണം കെടുത്തുണ്ടല്ലോ എന്നോർത്ത്. പക്ഷേ ഇറ്റ് ഈസ് എ ഫാക്റ്റ്, അതൊരു സത്യമാണ്. അത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്തരം പുഴുക്കുത്തുകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ, അത് സഭയ്ക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ ഓർത്ത് മൂടി വയ്ക്കാൻ നോക്കരുത്. തുണി മാറ്റൂ, മുറി വണങ്ങട്ടെ. ഇതാണ് ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ലൈംഗിക അതിക്രമങ്ങളുടെ കഥകളുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തുറന്ന് സമൂഹത്തോട് ഏറ്റുപറയണം. ആ ഏറ്റുപറയുന്ന സഭയാണെങ്കിലും സമൂഹമാണെങ്കിലും പതുക്കെ വിശുദ്ധീകരിക്കപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അത് നമ്മൾ പൊതിഞ്ഞു പിടിക്കരുത്, പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്യരുത്. അത്തരത്തിലൊരു നിലപാടായിട്ട് സഭ മുന്നോട്ട് പോയാൽ കുറച്ചും കൂടി നന്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫ്രാങ്കോനെ സംരക്ഷിക്കുന്നതിനോട് എനിക്കും വിയോജിപ്പാണ്. രണ്ടാമത്തെ കാര്യം, സെമിനാരി പരിശീലനം തൊട്ടേ ഞാൻ ഇങ്ങനെയായിരുന്നോ, അതോ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ വെളിവാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ നമ്മുടെ ജീവിതത്തിനൊരു ഫിലോസഫി എങ്ങനെ ഉണ്ടായി വരുന്നത്, അത് പതുക്കെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ കൂട്ടുകൂടുന്ന മനുഷ്യർ, നമ്മൾ കണ്ടുമുട്ടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, പിന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ സ്ലോവിലി രൂപപ്പെട്ട് വരുന്നൊരു സംഭവമാണ്. എനിക്കുണ്ടായത് എൻ്റെ ഒരു ഫിലോസഫി, എൻ്റെ ഒരു ലൈഫിൻ്റെ ഫിലോസഫി ഉണ്ടായത് ഒരു സെമിനാരി, ഞാൻ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടം തൊട്ട് എന്നെ ഒരു പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഫിലോസഫി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്നു. ഡെക്കാർട്ടിനെയും ക്യാമുവിനെയും എല്ലാം നമ്മൾ വായിക്കും. ആ ഫിലോസഫികൾ, അത് മോഡേൺ ഫിലോസഫി ആവട്ടെ, കണ്ടംപററി ആവട്ടെ, അതെല്ലാം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ.
ലെവിനാസിൻ്റെ ഫിലോസഫി. അപ്പം നെഗറ്റീവ് ഫിലോസഫികളുണ്ട്, പോസിറ്റീവ് ഫിലോസഫികളുണ്ട്. ചരിത്രത്തിൽ വലിയ രീതിയിൽ മനുഷ്യരെ കൊന്നൊടുക്കാൻ കാരണമായ ഫിലോസഫിയുണ്ട്. സമൂഹത്തിനെ മനുഷ്യനാക്കി മാറ്റിയ ഫിലോസഫികളുണ്ട്. ഈ ഫിലോസഫി എന്ന് പറയുമ്പോൾ അന്നത്തെ സാഹിത്യത്തിനെയും സിനിമയെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ചിന്തകരാണ്, ഫ്രഞ്ച് ചിന്തകർ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ നമുക്കതിനെ ഓരോന്നിനെ മാറ്റി മാറ്റി നമ്മൾ റീഡ് ചെയ്യാൻ നോക്കും. പിന്നെ അന്ന് വായിച്ച പുസ്തകങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ കൂട്ടുകൾ, ചില നല്ല മനുഷ്യരെ, തികച്ചും വെളിച്ചമുള്ള മനുഷ്യരെ കണ്ടുമുട്ടുന്നത് വലിയൊരു അറിവാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോഴും ഞാൻ റൈറ്റ് പാത്തിലാണോ? കാരണം എനിക്ക് അതിനു മുമ്പ് തന്നെ പണിഷ്മെൻറ്റുകൾ വന്നു തുടങ്ങി. ഒറ്റടിക്കൊന്നും ഞാൻ അച്ഛനായില്ല. നിൽക്ക് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുള്ള കുറച്ച് പീഡന പീരീഡുകളുണ്ടായിരുന്നു. കാരണം അദ്ദേഹം എന്താ പറയുക, പ്രീസ്ലി മാനറിസംസ് ഇല്ല, അല്ലെങ്കിൽ സാധാരണ അച്ഛന്മാരിൽ കാണുന്ന ഒരു പ്രീസ്ലി ബിഹേവിയർ ഇല്ല, അല്ലെങ്കിൽ സെക്യുലറായിട്ട് ചിന്തിക്കുന്നു, വായിക്കുന്ന പുസ്തകങ്ങൾ സെക്യുലറാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നെ പണിഷ്മെൻറ്റിൻ്റെ ഒരു 2 വർഷം ഉണ്ടായിരുന്നു. അതെല്ലാം കടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛനാവുന്നത് തന്നെ. അപ്പോൾ ഉള്ളിൽ നിന്നുള്ള പീഡനങ്ങൾ അതിന് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. സ്വാഭാവികമാണത്. പക്ഷേ നമ്മൾ അത് ഫേസ് ചെയ്യാൻ തന്നെ റെഡിയായിരുന്നു. കാരണം നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഗ്രാജുവൽ പ്രോസസ്സാണ്, ഒറ്റയടിക്ക് ഉണ്ടായതല്ല, ഒരു 7-8 വർഷങ്ങൾ കൊണ്ടുണ്ടായ വെളിച്ചമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഒരു ആശയം നമ്മളെ എലവേറ്റ് ചെയ്യണം, ഒരിക്കലും താഴത്തേക്ക് കൊണ്ടുപോകരുത്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ആശയം നാളെ ചിലപ്പോൾ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടേക്കാം. പക്ഷെ തെറ്റാകുമ്പോഴും നമ്മുടെ പോക്ക് ഉയർന്ന രീതിയിലായിരിക്കണം. അത് താഴത്തേക്കാവരുത്, അത് റിജിഡ് ആവരുത്, അത് യാഥാസ്ഥികത്വത്തിലേക്ക് പോകരുത്. കുറച്ചും കൂടി വെളിച്ചമുള്ള മനുഷ്യരുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു കത്തോലിക്ക സഭയുടെ ഒരു പുരോഹിതൻ്റെ പ്ലാറ്റ്ഫോമിലാണ്, സത്യമാണത്. നാളെ ഞാൻ അവിടെ നിൽക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. അതിനർത്ഥം നാളെ ഞാൻ പോയി കല്യാണം കഴിക്കാൻ പോകണമെന്നല്ല. ചിലപ്പോൾ നാളെ എനിക്ക് തോന്നുകയാണ് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം മറ്റൊന്നാണ് എന്ന് തോന്നിയാൽ ഒരു വിഷയം ചൂസ് ചെയ്തേക്കാം. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും പോകുന്ന പോക്ക് നമുക്ക് ഗ്രോത്ത് ആയിരിക്കണം. നമ്മൾ നിന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് പോകരുത്. അത് ചിന്തയുടെ ലെവലിലാണെങ്കിലും കാഴ്ചപ്പാടിൻ്റെ ലെവലിലാണ്. ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നാളെ ഞാനൊരു സംഖ്യയുടെ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ അതെൻ്റെ ഗ്രോത്ത് താഴത്തേക്കാണ്. അപ്പോൾ അതാണ്. അപ്പോൾ വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരു വളർച്ചയാണ്, അല്ലെങ്കിൽ ഒരു യാത്രയാണ് ഈ ഫിലോസഫി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നാളെ തെറ്റാണെന്ന് ബോധ്യപ്പെടാം, അല്ലെങ്കിൽ അതിൽ എനിക്ക് തിരുത്തലുകൾ വന്നേക്കാം. ഏതായാലും മനുഷ്യൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കുക എന്തിനോടും. എൻ്റെ ഉള്ളിലുണ്ടാകുന്ന നോഷനോട് പോലും ഞാൻ ഓപ്പൺ ആവുക. തെറ്റ് പറ്റിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മറ്റൊരാൾ പറഞ്ഞു തന്നാൽ തിരുത്താനുള്ള മനസ്സുണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് തന്നെ വെളിച്ചത്തോടെ പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആൻസർ ചെയ്തോ അതുലിനെ? ഓക്കെ. ഈ ബുദ്ധിജീവി ചോദ്യങ്ങൾ മാത്രം വേണ്ട, മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഒരു ചോദ്യം മോഡറേറ്റർ എന്ന നിലയിൽ തീർച്ചയായിട്ടും. ജർമ്മൻ ദാർശനികനും കവിയും കലാനിരൂപകനുമായിട്ടൊക്കെയുള്ള ഫ്രെഡറിക് നീഷെ എന്ന് പറഞ്ഞ തത്വചിന്തകൻ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്: വാസ്തവത്തിൽ ക്രിസ്തുവായിട്ട് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, അയാൾ കുരിശിൽ മരിച്ചു കിടക്കുകയാണ്. ഫാദറിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫാദറിൻ്റെ ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ക്രിസ്തുവിനെ പോലെ എനിക്ക് ദൈവം എന്ന് കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഒരു എൻലൈറ്റഡ് പേഴ്സണായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം ക്രിസ്തു അവൻ ജീവിച്ച കാലഘട്ടത്തിൻ്റെ പുഴുക്കുത്തുകളെ അല്ലെങ്കിൽ തെറ്റുകളെ അതിനെ തുറന്ന് കാണിച്ചുകൊണ്ട് വന്നൊരാളാണ്. ക്രിസ്തു ഒരു മതം സ്ഥാപിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ ടീച്ചിങ്ങുകളിൽ ആകൃഷ്ടരായ മനുഷ്യർ ഒരുമിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയണത്, ഒരു ക്രിസ്തു എൻ്റെ ഉള്ളിലൊരു വിഗ്രഹമാകാൻ പാടില്ല. മനസ്സിലായോ? ഒരു ബുദ്ധനെ കാണുമ്പോൾ ഈ ക്രിസ്തുവിനെ കാണുന്ന അതേ എൻലൈറ്റഡ് പേഴ്സണായിട്ട് എനിക്ക് കാണാൻ പറ്റണം. നാളെ അതിനേക്കാൾ വെളിച്ചം സംസാരിക്കുന്ന, അതിനേക്കാൾ വെളിവ് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൊള്ളാമെന്ന് തോന്നണം. അപ്പോൾ ഞാൻ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വിഗ്രഹവൽക്കരിക്കപ്പെടാത്ത കൊണ്ട് എൻ്റെ ക്രിസ്തു മരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിനെ എപ്പോഴും റിന്യൂ ചെയ്യാൻ പറ്റണം. ഈ ക്രിസ്തു ഈ കാലഘട്ടത്തിൽ ഈ HK മീറ്റിങ്ങിൽ ഇരുന്ന പുള്ളി എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? പുള്ളിയുടെ നിലപാട് എന്തായിരിക്കും? ഒരു കേരള സ്റ്റോറി ഇറങ്ങുമ്പോൾ ക്രിസ്തു ആണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഈ സിറ്റുവേഷനിൽ ക്രിസ്തു ആണെങ്കിൽ എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്.
ചിലപ്പോൾ ഈ മെത്രാന്മാരുടെയൊക്കെ മീറ്റിംഗ് കാണുമ്പോൾ ഇപ്പോൾ ക്രിസ്തു കണ്ടിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ, ക്രിസ്തു പുറകുന്ന ആഞ്ഞു കൂവിയനെ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്തുവിനെ റീഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. 2024-ലും 2025-ലൊക്കെ റീഡിഫൈൻ ചെയ്യുമ്പോൾ എൻ്റെ ക്രിസ്തു മരിച്ചിട്ടില്ല, അനുദിനം അപ്ഡേറ്റഡ് ആവുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളെയും വിഗ്രഹവൽക്കരിക്കില്ലെന്ന് മാത്രമല്ല, നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഞാൻ കേട്ടുള്ള കാര്യമാണ് ഈ ദൈവവിളി എന്ന് പറയുമ്പം ഇപ്പം കന്യാസ്ത്രീ ആവാൻ പോകുമ്പോൾ നമുക്ക് ഈ ദൈവവിളി വരുമ്പോഴേ നമുക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു അച്ഛനാവണമെങ്കിൽ പോലും ഈ ദൈവവിളി എന്ന് ഒരു വാക്ക് ഞാൻ പണ്ട് തൊട്ടേ കേൾക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? എടാ, അങ്ങനെ ഒരു വിളി ഞാനും കേട്ടിട്ടില്ലടാ. നമുക്കിപ്പോൾ ഒരു അവധിക്കാലത്ത് നമുക്ക് എന്തെല്ലാം പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഒരു ഹെസ്കെ ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടി 3 ദിവസത്തെ ക്യാമ്പ് പോകാമെന്ന് നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവില്ലേ? ചിലപ്പോൾ എൻ്റെ ടേസ്റ്റുകൾക്ക് പറ്റിയ ഇടമായിരിക്കും, എനിക്ക് പറ്റുന്ന മനുഷ്യരെ കണ്ടുമുട്ടാൻ പറ്റും. നിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടാവില്ലേ? ഈ തോന്നലിന് അവരിട്ട പേരാണ് ദൈവവിളി, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള നല്ല പ്രവർത്തികൾ ചെയ്യാമെന്ന് എൻ്റെ ഉള്ളിലൊരു തോന്നലാണ്. ഞാൻ എനിക്ക് വേണ്ടിയുള്ളവനല്ല എന്നൊരു തോന്നൽ. ചിലപ്പോൾ അതായിരിക്കും ദൈവവിളിയുടെ ഒരു പ്രചോദനം. ആ വാക്കിനെ ആശ്രയിച്ച് ചിന്തിക്കേണ്ട, ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഗട്ട് ഫീലിംഗ് എന്താണോ, നമ്മൾ അതിലേക്ക് നയിക്കുന്ന നിരന്തരമായൊരു ഇൻസ്പിറേഷൻ നമുക്കുണ്ടോ, ദാറ്റ് ഈസ് ദൈവവിളി. അത്രയേ ഉള്ളൂ. അത് എന്ത് കാര്യത്തിലുണ്ടാവും എന്ന് വിചാരിക്കും. അത് ചിലവർ ഈ കുടുംബക്കാരെല്ലാം കൂടെ പ്രേരിപ്പിച്ച് വിടുമല്ലോ. ഞാൻ നേർച്ചക്കോഴിയല്ല. അല്ല, അങ്ങനത്തെ സംഭവം കൂടെ ചേർത്താണ്. പണ്ട് കാലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേർ ആരാടാന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവന്മാരൊന്നും ചുമ്മാ അമ്മയുടെ നേർച്ചക്കോഴിയായിട്ടൊന്നും ജീവിതം മുടിപ്പിക്കില്ല. പിള്ളേർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവർ പോകുള്ളൂ ഇന്നത്തെ കാലത്ത്. പറ്റില്ലെങ്കിൽ അവർ ഇട്ടിട്ട് പോരുകയും ചെയ്യും. ഇപ്പം ഞാൻ സെമിനാറിൽ ചേരുമ്പോൾ ഞങ്ങൾ 40 പേരാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ 10 പേര് പോയി, ഹോം സിക്നസും പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ മുന്നോട്ടുമ്പോൾ ഓരോരുത്തർ കൊഴിഞ്ഞു പോകും. അങ്ങനെ ആരെയും പിടിച്ച് കെട്ടി വെക്കാതിരിക്കുക. പോകേണ്ടവർ പോകട്ടെ, നിൽക്കുന്നവർ നിൽക്കട്ടെ, അത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ 2 രീതിയിലുള്ള കാത്തലിക് ഉണ്ടെന്ന്. ഈ ബ്ലാക്ക് ഡ്രസ്സ് ധരിക്കുന്നവരും വൈറ്റ് ഡ്രസ്സ് ധരിക്കുന്നവരും. മോളെ 2 ഒരു 10-40 കാറ്റഗറി ഉണ്ട്, എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അല്ല, അതിൽ തന്നെ ഈ ബ്ലാക്ക് ഡ്രസ്സ് ധരിക്കുന്നവർ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ വൈറ്റ് ഡ്രസ്സ് ധരിക്കുന്ന അച്ഛന്മാർ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്നാണ് എൻ്റെ ഡൗട്ട്. മോളിക്ക് ഇപ്പം എന്താ വേണം, ഞാൻ കല്യാണം കഴിച്ച് കാണണം. ഇത്രയേ ഉള്ളൂ. സഭ ഉത്ഭവിച്ചത് നമ്മൾ പറഞ്ഞല്ലോ, ഇതുപോലെ ജെറുസലേമിലാണെന്ന് പറഞ്ഞു. അത് 2 ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് വളർന്നു വന്നത്. ഒന്ന് പാശ്ചാത്യവും ഒന്ന് പൗരസ്ത്യവും. ഈ പാശ്ചാത്യം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, അന്ന് റോമിലുണ്ടായിരുന്ന ഭരണവ്യവസ്ഥയുണ്ട്, റോമൻ സെനറ്റ്, റോമൻ സിസ്റ്റമുണ്ട്. അതിന് അതേപോലെ മാമോദിസ മുക്കി. ആ ഗവൺമെൻറ് സിസ്റ്റത്തിൽ സെനറ്റർമാരുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബിഷപ്പുമാരായി. അവരുടെ സ്ഥാനിക വസ്ത്രങ്ങൾ പോലെ തന്നെ ഇവർക്കും വസ്ത്രങ്ങളായി. അപ്പോൾ ആ മാനേജിങ് സിസ്റ്റം ഉണ്ടല്ലോ, ആ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതിന് അതുപോലെ തന്നെ മാമോദിസ മുക്കിയതാണ് പാശ്ചാത്യ സഭ. പൗരസ്ത്യ സഭ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഗുരുവര്യന്മാരും ടീമുകളൊക്കെ ഉള്ളവരാണ്. അവർ കുറച്ചും കൂടി ഇങ്ങനെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ചിന്തകളിലൊക്കെ കഴിയുന്നവരാണ്. അവരിതുപോലെ ഡിസിപ്ലിനറി സിസ്റ്റം ഒന്നും ഫോളോ ചെയ്തില്ല. അന്ന് വെസ്റ്റിന് ഒരു കൃത്യം ഡിസിപ്ലിനറി സിസ്റ്റം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ വളർന്നു വന്ന സഭ വെസ്റ്റേൺ സഭയെന്നും ഇവിടെ വളർന്നത് ഈസ്റ്റേൺ സഭയെന്നും അറിയപ്പെട്ടു. ഞാൻ ഹിസ്റ്ററി പറയാട്ടോ. അപ്പോൾ വെസ്റ്റേൺ സഭ കുറച്ചും കൂടി ഡിസിപ്ലിനറി ആയിരുന്നു. വൈദികരാണെങ്കിൽ അവർ ബ്രഹ്മചാരികളായിരിക്കണം എന്നൊരു കണ്ടീഷനൊക്കെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇപ്പുറത്തെ ഓറിയൻ്റൽ സഭ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ദൈവത്തെ തേടിയാൽ മതി എന്നുള്ള ചിന്തയിൽ. അപ്പോൾ ഇവർ കുറച്ചും കൂടി സ്പിരിച്വൽ ഓറിയൻറ്റഡ് ആയിരുന്നു. ഇതാണ് ഈ 2 സ്ട്രീമിൻ്റെ ഡിഫറൻസ്. ആത്യന്തികമായിട്ട് കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്നുള്ളൊരു ക്രൈറ്റീരിയ അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളിൽ ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഞാൻ വലിയ ബ്രഹ്മചാരിയായിട്ട് ഒരു പെണ്ണിനെ പോലും നോക്കാണ്ട് ജീവിച്ച് എൻ്റെ ജീവിതം അർത്ഥം തയ്ക്ക് ഉപ്പ് തയ്ക്കാത്തതായിരുന്നു, മനുഷ്യപ്പറ്റില്ലാത്തവനാണ്. വേസ്റ്റ് അല്ലേ ഇത്? അല്ലേ? അപ്പോൾ അയാൾ സെലിബ്രേറ്റ് ആണോ സെലിബ്രേറ്റ് അല്ലെന്നുള്ളതല്ല. രസകരമായ ചോദ്യങ്ങൾ പോരട്ടെ. അച്ഛാ, ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, ഞാനും കഴിച്ചു. അതെ. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നത്. അതാകുമ്പോൾ കാണില്ല, പക്ഷേ ഉറങ്ങിയില്ല, ഫുള്ള് എനർജി ആയിരുന്നു അച്ഛൻ്റെ സെക്ഷനിൽ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഓൾറെഡി നിഷേധിക്കുന്ന ഒരു പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ അച്ഛന് ഇനി നിഷേധിക്കണം അല്ലെങ്കിൽ ഇനി ഒരു നവോത്ഥാനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയ ഒരു വിഷയം പറയാമോ? ഒന്ന്, വിമൺ എംപവർമെൻറ്റ്. എന്തൊക്കെ പറഞ്ഞാലും കത്തോലിക്ക സഭയിൽ ഇപ്പോഴും പുരുഷ മേധാവിത്വം തന്നെയാണ്. അതിൽ വലിയ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് മാർപ്പാപ്പ ഏതാനും സ്ത്രീകളെ ഏതെങ്കിലും തസ്തികകളിലേക്ക് വെക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചൊരു സഭ ഇന്നും ഈക്വൽ അല്ല.
ഭരണ സംവിധാനങ്ങളിലേക്ക് വന്നാലും മേൽക്കോയ്മ എല്ലാം ഉള്ളത് കാർഡിനൽസും ബിഷപ്സും എല്ലാം പുരുഷന്മാരാണ്. എന്തുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ കാല് കഴുകിയത് പോലും വലിയ വിവാദമാകുന്നു? കാരണം വർഷങ്ങളായിട്ട് പുരുഷന്മാരുടെ കാലാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് 12 ശിഷ്യന്മാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യസമൂഹം വലുതായിരുന്നു, അതിൽ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷേ സുവിശേഷം എഴുതിയവർ അതിനെ ഈ 12 പേരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തുല്യത ഇന്നും എൻ്റെ സഭയ്ക്കുള്ളിൽ വന്നിട്ടില്ല, വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും കിട്ടാവുന്ന എല്ലാ പഴുതിലും ഞാൻ കയറി കോളടിക്കാൻ നോക്കും. അത് എൻ്റെ ഒരു നിലപാടാണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻക്ലൂസീവ് നോഷൻ ആകണം സഭ. അവിടെ എല്ലാവരെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റണം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ ഒരു തുല്യത ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇത്ര കാലമായിട്ടും അതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നമാണത്. എൻ്റെ പേര് അഞ്ജലി. എനിക്ക് ഫാദറിനോട് ചോദിക്കാനുള്ളത്, ഞാൻ സിനിമ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഫാദറിനെ സ്വാധീനിച്ച ഒരു സിനിമയെക്കുറിച്ച് പറയാം, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വാധീനിച്ച ഒരു സിനിമയെപ്പറ്റി സംസാരിക്കാമോ? എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ലൈഫിനെ സ്വാധീനിച്ചിട്ടുള്ളതും എന്നെ ഞാനാക്കിയിട്ടുള്ളതും സിനിമകളും യാത്രകളും തന്നെയാണ്. ഒരുപാട് സിനിമകൾ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും, എന്നാൽ പോലും എനിക്ക് എൻ്റെ ലൈഫിനൊരു ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു സിനിമ ഇൻ ടു ദ വൈൽഡ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്രിസ്റ്റഫർ മക്കൻഡസിൻ്റെ കഥ പറയുന്ന സൂപ്പർ ട്രാമ്പ്. അതൊരു സ്പോണ്ടേനിയസ് യാത്രയാണ്. വരും വരായികകൾ നോക്കാതെ, നാളെ എന്തെന്ന ചിന്തയില്ലാതെ ഒരു മനുഷ്യൻ്റെ ഇറങ്ങിപ്പുറപ്പെടലാണ്. ആ ഒറ്റയ്ക്ക് നടത്തുന്ന യാത്ര അയാൾക്ക് കൊടുക്കുന്ന കുറേ ജീവിത പാഠങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും അവസാനം നടത്തിയ യാത്ര നോർത്ത് ഈസ്റ്റിലേക്ക് ഒറ്റയ്ക്ക് നടത്തിയൊരു ബൈക്ക് യാത്രയാണ്. 1 മാസം എടുത്തു ആ യാത്ര. അതിനു മുമ്പ് ലഡാക്കിലേക്ക് മുമ്പ് യാത്ര പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ യാത്ര എൻ്റെ ജീവിതത്തിൽ സമാനതകളില്ലാത്തതായിരുന്നു. ഞാൻ പറയാൻ കാര്യം, ആ സിനിമ എന്നെ അത്ര സ്വാധീനിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ആ യാത്ര എന്ന് വെച്ചാൽ ആസാം കഴിഞ്ഞു, നാഗാലാൻഡ് കഴിഞ്ഞു, അരുണാചൽ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സുക്കോ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മണിപ്പൂരിൻ്റെയും നാഗാലാൻഡിൻ്റെയും ബോർഡറിലുള്ള സ്വിറ്റ്സർലൻഡ് പോലെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണത്. അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ യാത്ര കാണാൻ അതിനു വേണ്ടി പോവാണ്. പോയിട്ട് നമ്മൾ ചെന്നെത്തുന്നത് അന്ന് വിൻ്റർ സീസണാണ്. വൈകുന്നേരം 6 മണിയാകുമ്പോൾ നേരെ ഇരുട്ടും. ഞാൻ ചെന്ന് കയറുമ്പോൾ തന്നെ 5 മണിയാണ്. എല്ലാവരും പോകുന്ന വഴി കൂടിയല്ല ഞാൻ പോയത്. ഒരു ഗൈഡില്ലാതെയോ കൂട്ടായിട്ടല്ലാതെയോ ആ മല ആരും കയറാറില്ല. ഒരു വലിയ കാടിൻ്റെ ഉള്ളിൽ കൂടി പോകണം. ഇതൊന്നും അറിയാതെ ഞാൻ ചെന്ന് കയറാണ്. ഒറ്റയ്ക്ക് കയറി അവസാനം എനിക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ല. മഞ്ഞ് കനത്തോണ്ടിരിക്കുകയാണ്. രാത്രിയായി, ബാറ്ററി ചാർജ് തീർന്നു, കയ്യിലുണ്ടായിരുന്ന അവസാന വെള്ളവും തീർന്നു. നമ്മൾ കംപ്ലീറ്റ്ലി തീർന്നു എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, അന്ന് ഞാൻ വിചാരിച്ചത് ആ രാത്രി ആ കാട്ടിക്കിടന്ന് ഞാൻ മരിച്ചു പോകുന്നതാണ്. കാരണം 12 വട്ടം ഞാൻ തലയിറങ്ങി വീണു, ഡീഹൈഡ്രേഷൻ ഉണ്ടായി, 7 തവണ ഞാൻ ബ്ലാക്ക് ഔട്ടായി കംപ്ലീറ്റ്. എൻ്റെ ധാരണ ഞാനന്ന് ആ രാത്രി തീർന്നു പോകുന്നുള്ളതാണ്. ഒന്നുമില്ല, നമുക്ക് വിളിക്കാനൊന്നുമില്ല. അവസാനമായിട്ട് അപ്പൻ്റെ അമ്മയുടെ മുഖമൊക്കെ ഇങ്ങനെ ഫ്ലാഷ് പോലെ മനസ്സിലടിക്കുന്നൊരു സമയമാണ്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ബോധം വന്നപ്പോൾ, പ്ലീസ് എനിബഡി ഈസ് ദെയർ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് ഈ കാട്ടിൽ കിടന്ന് ഞാൻ അലറാണ്. ഈ 3ാമത്തെ തവണ അലറുമ്പോൾ കുറച്ച് ഒച്ച ഞാൻ അവിടെ നിന്ന് കേൾക്കാണ്. ഏതാനും പേര് 6 പിള്ളേരാണ്. പിള്ളേരെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായമുണ്ട്. മണിപ്പൂരിലെ കുക്കികളാണ്. അവർ വേറൊരു ട്രിപ്പിന് വേണ്ടി പോകുമ്പോൾ നേരത്തെ കയറിപ്പോയത്, അവർക്കിത് സ്ഥലം പരിചയമുണ്ട്. അവർ പിന്നെ വന്ന് എന്നെ താങ്ങിയെടുത്ത് പിന്നെ അവരുടെ കൂടെ ആദ്യത്തെ ഒരു മരണത്തിനെ ഫേസ് ടു ഫേസ് കണ്ട നിമിഷമാണെങ്കിൽ പിന്നീടുണ്ടായ 2 ദിവസവും എൻ്റെ ജീവിതത്തിലെ ഹെവണായിരുന്നു. ഈ മനുഷ്യരുടെ കൂടെ എനിക്ക് അവരുടെ ഭാഷ അറിയാൻ പാടില്ല, അവർക്ക് എൻ്റെ ഭാഷ അറിയാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് ടെൻറ്റിൽ കിടന്നുറങ്ങി, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. തിരിച്ചു പോരുമ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ന് ആ കുക്കികൾ ജീവനോടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവരെ കോൺടാക്റ്റ് എനിക്ക് പറ്റിയിട്ടില്ല. അവിടെ നെറ്റ്വർക്കിംഗ് സംവിധാനം തകരാറിലായി. അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു യാത്ര പോലും എന്നെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മടിയില്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് യാത്ര പോകാനുള്ളൊരു മനസ്സെനിക്ക് ഉണ്ടാക്കി തന്ന സിനിമ, ഇന്നും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമ ഇൻ ടു ദ വൈൽഡ് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. കൊള്ളാം. എൻ്റെ ലൈഫിൽ ഒരു സിനിമയിൽ ഒരു ഷോർട്ട് ഫിലിം വന്നോളൂ. എൻ്റെ സിനിമയിൽ ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ നേരിട്ടേക്കണ ചോദ്യം ഇതാണ്: എന്തിനാ അച്ചമ്പട്ടത്തിന് പോയേ? ചക്കര ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവില്ല, എന്നാലും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ഉറപ്പായിട്ടും അതാണ്. ഇപ്പോഴും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഞാൻ അച്ഛനാണെന്ന് പലർക്കും മനസ്സിലാവണില്ല, ചെന്നിരുന്നാൽ തന്നെ മനസ്സിലാവണില്ല. അത് സന്തോഷമാണ് എനിക്ക്. കാരണം നമുക്ക് അത്രയ്ക്ക് നോർമലൈസ്ഡ് ആവാൻ പറ്റുന്നുണ്ടല്ലോ. അതൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി അവിടെ പോകാം, ആരും എന്നെ കണ്ട അച്ഛനാണ്. പക്ഷേ ചിലവർ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് പോയാലും കണ്ടെത്താൻ അറിയാം, ആ അച്ഛനാണല്ലേ എന്ന് ചോദിക്കും ചിലവരെയൊക്കെ. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ പിള്ളേ, പ്രണയിക്കാത്ത മനുഷ്യരാരുള്ളേ? പ്രണയമില്ലെങ്കിൽ അവൻ എന്തൊരു മൂരാച്ചിയായിരിക്കും, എന്തൊരു ബോറനായിരിക്കും. പ്രണയിക്കുന്നത് നമുക്കൊരു വ്യക്തിനെ മാത്രമല്ല,
ചില സമയത്തൊരു ആശയത്തെ ആയിരിക്കാം, ചില സമയത്തൊരു പുസ്തകത്തെ ആയിരിക്കാം, ചില സമയത്ത് അനന്തമായ യാത്രകളെ ആയിരിക്കാം, ചില സമയത്തൊരു സിനിമയായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്നിനോട് തോന്നുന്നൊരു പാഷനേറ്റ് ലവ് അതുണ്ടാവണം. അത് മനുഷ്യർക്കില്ലെങ്കിൽ നമ്മളൊക്കെ ഇത്തിരിയെങ്കിലും പ്രാന്ത് എന്തിനോടെങ്കിലും ഉണ്ടാകണം. അത് യാത്രയാകാം, അത് സിനിമയാകാം, അല്ലെങ്കിൽ അതൊരു വ്യക്തിയാകാം. അപ്പോൾ പ്രണയം ഉണ്ടായില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മനുഷ്യന്മാർ കുറേ കൂടി ബോറന്മാരാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഭൂമി, ലോകം എന്നും റിന്യൂ ചെയ്യുന്നത് പ്രണയിക്കുന്നവരിലൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായിട്ട് പ്രണയിക്കണം കേട്ടോ. നിനക്ക് ചോദ്യത്തിന് ഉത്തരമായടാ. പ്രണയം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ലവും ബ്രേക്കപ്പൊക്കെ ഇല്ലാണ്ട് മനുഷ്യന്മാരെങ്ങനെയാണ് കരുത്തരാവുന്നത്? അച്ചോ, പിന്നെ പരിണാമത്തിൽ വിശ്വാസമുണ്ടോ? ഏതാണ് പരിണാമത്തിൽ ഞാൻ മനുഷ്യനിൽ വിശ്വസിക്കുന്നു. ഇപ്പോഴുള്ള മനുഷ്യനിൽ. നാളെ ഉണ്ടാകാൻ ഇടയുള്ളതോ കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായതോ ആയ മനുഷ്യനല്ല, ഇപ്പം ജീവിക്കുന്ന പച്ചയായ മനുഷ്യൻ. പരിണാമത്തിൻ്റെ സയൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല, അതെൻ്റെ വിശ്വാസത്തിനെ ബാധിക്കുന്നുമില്ല. ഇപ്പോഴുള്ള ജീവിതം ഇങ്ങനെ സന്തോഷമായിട്ട് പോകുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? നമ്മളിങ്ങനെ നിന്ന് വെച്ച് കീച്ചേണ്ട ആവശ്യമില്ല, ചോദ്യങ്ങൾ വരുമല്ലോ. അപ്പോഴാണ് ഇത്രയും കാര്യങ്ങളിരുന്ന് സംസാരിച്ചത്. എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കിഷ്ടമുള്ള മാറ്റേഴ്സ് വന്നപ്പോൾ ഞാൻ ഉണർന്നു. അതെ, ഇപ്പം പ്രണയം വന്നപ്പോഴാണോ? അല്ലല്ല, ഞാൻ ഫാദർ കുറേ സിനിമയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ആ സംഭവങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ഫയർ ഓണായി. ഞാൻ ഉണർന്നു, കേൾക്കാൻ തുടങ്ങി. അപ്പം ചോദിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പം എല്ലാവർക്കും ഓരോ ഡ്രീംസ് ഉണ്ട്, ആംബിഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്കതിന് വിങ്സ് വെക്കാൻ അറിയത്തില്ല. ശരിക്കും പലരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സ്വപ്നം കാണാതെ ഉണർന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഒരു മനസ്സിലൊരു ലക്ഷ്യബോധം വേണം. അപ്പോൾ ഇപ്പോൾ ഉള്ളവരുടെ ഒരു പ്രശ്നമാണ്, അവർക്ക് ഹോപ്പിൽ വിശ്വാസം കുറഞ്ഞു വരുന്നു. ഏതിൽ? ഹോപ്പ്. എന്തായാലും ഹോപ്പ് ഹി കുഡ് ലീവ്. നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പം എൻ്റെ ഹോപ്പ് എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിനോടെല്ലാം പറയുന്നത്. അപ്പം അതിലെനിക്കൊരു സന്തോഷമുണ്ട്. അപ്പം ഫാദറിന് എന്താണ് ദൈവത്തിനോടുള്ളൊരു കൺവെർസേഷനെ പറ്റി ഒരു ഇതുള്ളത്? എനിക്ക് തോന്നുന്നില്ല, നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ദൈവത്തോടുള്ള കോൺവെർസേഷനേക്കാളും എനിക്ക് കുറച്ചും കൂടി ആത്മധൈര്യവും എനിക്ക് കുറച്ചും കൂടി ജീവിക്കാനുള്ള പ്രേരണ കിട്ടിയത് മനുഷ്യരോടുള്ള കോൺവെർസേഷനിലാണ്. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നു, ഒരു 50 പേരുണ്ടെന്ന് വിചാരിക്കുക. 3 ദിവസം നിങ്ങൾ സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നലത്തേതിനേക്കാൾ കുറച്ചും കൂടി ഹോപ്പുള്ള മനുഷ്യരായിട്ട് നിങ്ങൾ മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺവെർസേഷൻ നല്ലതാണ്, കോൺവെർസേഷനാണ് നമുക്ക് ഗ്രോത്ത് തരുന്നത്. അത് ദൈവത്തോട് എന്നതിനേക്കാൾ മനുഷ്യരോട് കുറച്ചുകൂടി സംസാരിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കൊരു അനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ നിന്ന് ഞാൻ പറയുവാണ്. അതായത് ഞാൻ ഡിഗ്രിക്ക് BCM കോളേജിലാണ് കോട്ടയം BCM കോളേജിലാണ് പഠിച്ചത്. വുമൻസ് കോളേജാണ്. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സാണ് നമ്മളെ ഹോസ്റ്റലിൽ നോക്കുന്നത്. അപ്പോൾ ഒരിക്കൽ നമ്മൾ അവിടെ കോമൺ ആയിട്ട് അവരുടെ റൂമിൽ നമ്മുടെ എല്ലാം ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും കൺട്രോൾ സ്വിച്ച് ഉണ്ട്. അപ്പോൾ 10:30 ആകുമ്പോൾ നമ്മുടെ ലൈറ്റ് എല്ലാം ഓഫാകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ മുറികളിൽ കയറാനോ കഥ പറയാനോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാൻ പാടില്ലെന്നാണ് റൂള്. പക്ഷേ നമ്മൾ ആ ഒരു കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് റൂളെല്ലാം തെറ്റിക്കാനാണല്ലോ കൂടുതൽ താല്പര്യം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് വേറെ റൂമിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെയുള്ള 2 കൂട്ടുകാരികൾ വന്നിരുന്ന് സംസാരിച്ചു. ഞങ്ങൾ കോമൺ ആയിട്ട് ഒരു കട്ടിലിരുന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം സിസ്റ്റർ ഇരുട്ടത്ത് വെള്ള വേഷത്തിലൊക്കെ ഇങ്ങനെ കയറി വന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചിങ്ങനെ നോക്കി. അപ്പോൾ സിസ്റ്റർ ഭയങ്കര ദേഷ്യത്തിൽ, ഇതൊന്നും ഇവിടെ നടക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ്, നമ്മൾ ലെസ്ബിയൻസ് ആണ് എന്ന് പുള്ളിക്കാരത്തിൽ വരുത്തി തീർത്തു. പക്ഷെ നമ്മൾ ലെസ്ബിയൻ അങ്ങനെ ഒരു ബാഡായിട്ടുള്ളൊരു ഇതിലല്ല പറയുന്നത്. പക്ഷേ ഞങ്ങളവിടെ കഥ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ആ ഒരു തോട്ടാണ് പോയത്. പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വാൺ ചെയ്യുക, നിങ്ങൾ വേറെ റൂമിലുള്ള കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുന്നു, അവരെ സ്ഥിരമായിട്ട് വിളിച്ച് വരുത്തുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെയുള്ള തന്നെ കുട്ടികൾ സിസ്റ്റർ ഇല്ലാത്ത നേരം, ഞങ്ങളുടെ ഫ്ലോറിലുള്ള സിസ്റ്ററില്ലാത്ത നേരം വേറെ മുറിയിലേക്ക് ബെഡിട്ട് കിടക്കാൻ പോയി. നമ്മൾ കഥ പറയാൻ ജസ്റ്റ് അവർ തമ്മിൽ കഥ പറയാനും കൂട്ടുകാരികൾ എന്നുള്ള ഒരിത് വെച്ച് ഇവരെയും പിറ്റേ ദിവസം വിളിച്ചിട്ട്
നിങ്ങൾക്ക് ഇതിനുള്ള പരിപാടിക്കൊന്നും പറ്റത്തില്ല, ഇതിനാണെങ്കിൽ വേറെ ഹോട്ടൽ റൂം എടുക്കുന്നതായിരിക്കും നല്ലത്, പേരൻസിനെ വിളിച്ച് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബാഡായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഞങ്ങളിത് മിസ്സിനോട് പറഞ്ഞു, മിസ്സ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, സിസ്റ്റേഴ്സ് അല്ലേ, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ മിസ്സ് പറയുക, സിസ്റ്റേഴ്സ് അല്ലേ പോട്ടെ, അവരങ്ങനെയൊക്കെ പറയും എന്നുള്ള രീതി. നമുക്ക് അത്ഭുതമായിപ്പോയി, നമുക്കിങ്ങനെ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല. അപ്പം ഫാദറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്, അവരുടെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ, അല്ലാത്ത സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു, നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന സിസ്റ്റേഴ്സും ഉണ്ട്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഈ ഒരു തരത്തിലാണ് മാനസികമായിട്ട് എന്തോ ഒരു ഫ്രസ്ട്രേഷൻ വെച്ചിട്ട് എന്തോ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിസ്റ്റേഴ്സ് മാത്രമല്ല, നമ്മുടെയൊക്കെ അമ്മമാർ പോലും അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ അനുഭവങ്ങൾ ഇതുപോലെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യർ ചെറുതായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. മനുഷ്യർ ഇടുങ്ങി ചിന്തിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ സിസ്റ്റർമാരിൽ നിന്ന് നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അച്ഛന്മാരിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെയൊക്കെ വളർത്തിയ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഭയങ്കര പോസിറ്റീവ് സ്ട്രോക്ക് എന്ന വൈദികരും അമ്മമാരെ പോലെ സ്നേഹിച്ച സിസ്റ്റേഴ്സും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ചിന്തയാണത്. കാരണം ഒരു വിക്ടോറിയൻ സദാചാര സങ്കല്പത്തിൽ വളർന്നവരും അത് കത്തോലിക്ക സഭയിലേക്ക് ബ്ലെൻഡായിട്ട് കയറുകയും അങ്ങനെയൊക്കെ ചെയ്തവർ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരുണ്ട്. ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തൃപ്പൂണിത്തുറ പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നു. അവിടെ ഓൾട്ടറിൽ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓൾട്ടർ ബോയ്സ് എന്നൊക്കെ പറയില്ലേ, ഞാനതുപോലെ ഓൾട്ടർ ഗേൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതുപോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സമൂഹം ഇവിടെയുണ്ട്. അങ്ങനെ ഓൾട്ടർ ഗേൾസിൽ ഒരു കുട്ടിക്ക് പീരീഡ്സ് ആയെന്ന് പറഞ്ഞിട്ട് അവളെ അന്ന് ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തിയ സിസ്റ്ററുണ്ട്. അപ്പോൾ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ട് പൊട്ടിക്കാനാണ് തോന്നുന്നത്. കാരണം അത്രയും ചെറുതായിട്ടാണല്ലോ ചിന്തിക്കുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. പൊട്ടിക്കുകയല്ല, അങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവുക. മനസ്സിലായോ? നമ്മൾ അധിവസിക്കുന്ന ലോകം ഇങ്ങനെയും കൂടി ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ള റിയാലിറ്റി മറക്കാതിരിക്കുക. ഒറ്റ സുപ്രഭാതത്തിലൊരു പ്രസംഗം പറഞ്ഞ് എല്ലാവരെയും മാനസാന്തരപ്പെടുത്തുന്ന ഉട്ടോപ്യൻ പരിപാടിയാണ്. പോകെ പോകെ അവർക്ക് വെളിവ് വയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ആശംസിക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ മുന്നിലുള്ള പുതുതലമുറയോട് അങ്ങനെ ആകരുതെന്ന് പറയാനും പറ്റണം. ഇപ്പോൾ വളർന്നു വരുന്ന സിസ്റ്റേഴ്സിൻ്റെ ഫോർമേഷനിൽ നമ്മളത് പറയണം. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറയണം. പണ്ടുള്ളവരെ നമുക്ക് ഇനി തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എത്രത്തോളം. ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ പോലും കുട്ടികളുടെ കാര്യത്തിൽ ഇടുങ്ങി ചിന്തിക്കുന്നവരാവാറില്ലേ? അവർ ചിന്തിക്കുന്നതാണ്, ഞാൻ പെൺകുഞ്ഞായിരുന്നു, എനിക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയില്ല, ഇനി എൻ്റെ മകളുണ്ടാകുമ്പോൾ അവളെങ്കിലും നല്ല നിലയിൽ ജീവിക്കണമെന്ന് ചെറുപ്പകാലത്ത് ചിന്തിക്കും. എന്നിട്ട് അമ്മയായപ്പോഴോ അവരുടെ അമ്മമാരെക്കാൾ ഭേദമാണോ? ഇല്ല. അപ്പോൾ വളർച്ചയൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. എനിക്കും അറിയില്ല എങ്ങനെയാണ് ഇതിനെ നവീകരിക്കേണ്ടത്. സിസ്റ്റേഴ്സിൻ്റെ അനുഭവങ്ങൾ നല്ലതും ചീത്തയും എനിക്കും ഉണ്ടായിട്ടുണ്ട്, പല മനുഷ്യർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെമിനാരികളിൽ ഒന്നിച്ച് റൂമിലിരുന്ന് വർത്താനം പറഞ്ഞ ഉടനെ തന്നെ ടാങ് 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 എന്ന് പറഞ്ഞ മ്യൂസിക്കൊക്കെ ഇട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു അന്നും. കുറഞ്ഞു വരുന്നുണ്ട്. ഏതായാലും കാലക്രമത്തിൽ കുറഞ്ഞു വരുന്നൊരു പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത്. നീ പറഞ്ഞത് കറക്റ്റാണ്. നമുക്കും സങ്കടം വരുന്ന കാര്യങ്ങളാണ്. ഇവരെന്താ ഇങ്ങനെ, നമ്മളെക്കാൾ കുറച്ചും കൂടി പഠിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു നമ്മൾ വിചാരിക്കുന്ന മനുഷ്യർ ഇത്ര ചെറുതായിട്ട് ചിന്തിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ പിറ്റി നമുക്ക് തോന്നും. എന്ത് ചെയ്യാൻ പറ്റും? മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മാറാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന പുതിയ തലമുറയോടെങ്കിലും നമുക്കത് പ്രബോധിപ്പിക്കാൻ പറ്റണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അച്ചോയ്, നിങ്ങൾ കുറച്ച് പ്രോഗ്രസീവ് അച്ഛനാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോഗ്രസീവ് അച്ഛനാണല്ലോ. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ഒരു കല്യാണം കഴിക്കുമോ? കല്യാണം ഒരു പ്രോഗ്രസീവിൻ്റെ മാനദണ്ഡം അല്ലെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കല്യാണം കഴിച്ചുകൊണ്ട് ഒരാൾ പ്രോഗ്രസീവ് ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കല്യാണം കഴിക്കാത്ത കൊണ്ട് ഒരാൾ പ്രോഗ്രസീവ് ആകണമെന്ന് നിർബന്ധമില്ല. കല്യാണം അതിൻ്റെ മാനദണ്ഡമല്ല. അയ്യോ, ക്യാമറയിലൊന്നും എടുക്കണ്ട കേട്ടോ, നാച്ചുറലായിട്ട് എടുത്തോളാം, കുഴപ്പമില്ല. ഓക്കെ. കുറച്ച് മുന്നേ അച്ഛൻ പറഞ്ഞു ഞാൻ ഓൾട്ടർ ഗേൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന്. വളരെ നല്ല കാര്യം. കാരണം ഞാൻ അങ്ങനെ അധികം ഓൾട്ടർ ഗേൾസിനെ പറ്റി കേട്ടിട്ടും ഇല്ല. എൻ്റെ ഇടവകയിലുണ്ട്. അല്ല, മറ്റിടവകയിലെ അച്ഛന്മാർ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു ആ സിസ്റ്ററിനെ ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നി, പക്ഷെ അച്ഛൻ പൊട്ടിച്ചില്ല എന്നറിയാം. പക്ഷെ എന്ത് പ്രതിവിധി അച്ഛനെ എന്തെങ്കിലും കൊണ്ടുവന്നോ? അതായത് ആ സിസ്റ്റർ അങ്ങനെ പറഞ്ഞ സമയത്ത് പൊതുവേ അങ്ങനെ നമ്മളോട് ഗേൾസിനോട് പീരിയഡ്സ് ആണെങ്കിലോ അല്ലെങ്കിലൊക്കെ പള്ളിയിൽ പോകാൻ പറയും. അപ്പം ഞാനൊക്കെ ഇങ്ങനെ കോളേജിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് കുർബാനയ്ക്ക് പോകേണ്ടി വരും. എന്നാൽ എൻ്റെ കൂടെയുള്ള
ആ ക്രൈസ്തവരായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങാറുണ്ട്. പക്ഷെ നമ്മൾ പീരിയഡ്സ് ആണെന്ന് കള്ളം പറയുകയോ അല്ലെങ്കിൽ സത്യം പറയുകയോ ചെയ്താലും ആരും പറയും അയ്യോ അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല, നിങ്ങൾ പള്ളിയിൽ പൊക്കോ കുർബാന കണ്ടോളൂ എന്നേ പറയാറുള്ളൂ. പോകണ്ടെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ നിന്റെ അനുഭവമാണ് നീ പറഞ്ഞത്. പീരീഡ്സ് ആയതുകൊണ്ട് മോള് പള്ളിയിൽ പോകരുതെന്ന് പറയുന്നവരും ഉണ്ട്. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ടാവാം. അപ്പൊ അച്ഛൻ ആ സിസ്റ്ററിന്റെ അടുത്ത് എന്ത് മറുപടിയാണ് പറഞ്ഞത്? ഈ സംഭവം നടന്നത് ഞാനുള്ള സമയത്തല്ല, ഞങ്ങളോട് എനിക്ക് പീരീഡ്സ് ആയ സമയത്ത് ആ അന്ന് സിസ്റ്ററോട് നിന്ന് മാറിപ്പോയി. ഏതോ പ്രായമായ ഒരു സിസ്റ്ററാണ്. എനിക്ക് ഈ സിസ്റ്ററിനെ അറിയാനും പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്നേരം അടുത്തുണ്ടായിരുന്ന ഈ പൊട്ടിച്ചതിനെന്ന് ഞാൻ ആദ്യം ചിന്തിക്കുന്നെങ്കിലും പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ ഒട്ടും സഹിഷ്ണുതയില്ലാത്തൊരു പുരോഗമനവാദി മാത്രമായി പോകും. നമുക്കതല്ലല്ലോ, നമുക്ക് സഹിഷ്ണുതയുള്ള സ്നേഹമുള്ള മനുഷ്യരായിട്ട് മാറണമല്ലോ. ഇപ്പം ഞാൻ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് കോൺവെൻ്റ് ഉണ്ട്, മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള പിള്ളേർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സൊക്കെയുള്ള സംസാരത്തിൽ ഞാൻ ചിന്തിക്കുന്നത് അവരെ എങ്ങനെ കുറച്ചും കൂടി എൻകറേജ് ചെയ്യാം. ഒരു സന്തോഷകരമായ കാര്യം പറയട്ടെ, ഇപ്പോഴും കേരളത്തിൽ നടപ്പാക്കാത്ത കാര്യമാണ്. എന്നാൽ പോലും എൻ്റെ സിസ്റ്റേഴ്സ് മഞ്ഞുമൽ ബോയ്സ് കണ്ടു, പ്രേമല് കണ്ടു, ബ്രഹ്മയുഗം കണ്ടു, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ കണ്ടു, ഏറ്റവും അവസാനം ഇറങ്ങിയതായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. ഇതെല്ലാം കൊണ്ടുപോയത് ഞാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ ലൈഫിൽ 1 or 2 വല്ല റിലീജിയസ് സിനിമകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് തിയേറ്ററിൽ വരുന്നത് പ്രതീക്ഷിക്കുന്നില്ല അവർ. പക്ഷെ അങ്ങനെയുള്ളവർ ദിസ് ഈസ് നോർമൽ എന്ന രീതിയിലേക്ക് ഇപ്പോൾ എനിക്ക് പ്രശ്നമായതുകൊണ്ട് അച്ഛാ ഈ ആഴ്ച റിലീസൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന സിസ്റ്റേഴ്സായി. അപ്പോൾ അതൊരു തുറവിയാണ്, ഒരു വാൾ ബ്രേക്കിംഗ് ആണത്. അപ്പോൾ അതുപോലെ കുഞ്ഞു രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾട്ടർ ഗേൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, അവരെയും കൊണ്ട് ട്രിപ്പ് പോകുന്നു. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ അവരുടെ വാതായനങ്ങൾ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലോകത്തുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും പോയിട്ട് നമുക്ക് മാറ്റിക്കളയാനൊന്നും പറ്റുന്നില്ല. എന്നോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നവരെങ്കിലും കുറച്ച് ബ്രോഡൻ ആക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യമാണെങ്കിലും അത് വലിയ ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വളരെ സന്തോഷം കേട്ടത്. അതുപോലെ ലാസ്റ്റ് ആയിട്ട് എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. 2 വർഷം അച്ഛന് കുറച്ച് ഒരു ഇംപ്രിസൺമെൻറ്റ് പീരീഡ് പോലെ അവർ വൈകിച്ചു അച്ഛനാവുന്നതിന്. അപ്പോൾ ആ സമയത്ത് ഇനി അച്ഛനായില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇനി അച്ഛനെ ഒരിക്കലും ക്രൈസ്തവ സഭ പുറത്താക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. കാരണം എപ്പോഴും ഉള്ളിൽ നിന്ന് സിസ്റ്റത്തിന് തന്നെ പൊളിച്ചെഴുത്തുകൾ നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പക്ഷെ അങ്ങനെ ഒരു പക്ഷെ ഉണ്ടാകുവാണെങ്കിൽ അച്ഛൻ ഏത് മാർഗമായിരിക്കും സ്വീകരിക്കുക, അല്ലെങ്കിൽ ഏത് ഒക്യുപ്പേഷനായിരിക്കും സ്വീകരിക്കുക അച്ഛൻ്റെ ആശയങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട്? സിനിമ സംവിധാനം ചെയ്യും. പിന്നെ ഈ വൈകിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനും, അതായത് ഇന്ന കാരണങ്ങൾ കൊണ്ട് നിനക്ക് അച്ഛനാകാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കണം. കാരണം ഇന്ന കാരണങ്ങളുള്ള അച്ഛനാകണം എനിക്ക്, മനസ്സിലായോ? അവിടെ ഞാൻ ഇറങ്ങിപ്പോരല്ല ചെയ്യേണ്ടത്, അവിടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് വിപ്ലവം, മനസ്സിലായോ? അപ്പോൾ ഇന്ന ആളുകൾക്ക് മാത്രമേ അച്ഛനാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പിൽ നിൽക്കുന്ന ആളുകൾ മാത്രമേ അച്ഛനാകാൻ പാടുള്ളൂ എന്നവർ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയും അച്ഛന്മാരുണ്ടാകണമെന്നുള്ളത് നമ്മുടെ നിലപാടാണ്, മനസ്സിലായോ? അതൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഈ വീഡിയോക്കാർ പറഞ്ഞു ചുരുക്കി ചോദിക്കണം, അതോട് ചുരുക്കി ചോദിക്കുക. അച്ഛൻ എന്തുകൊണ്ടാണ് അച്ഛനായത്? അതായത് പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നോ, അതോ ആരെങ്കിലും ഈ എന്താ പറയുക സിസ്റ്റർ ആവാൻ പോകുമ്പോഴത്തേനും പറയുമല്ലോ ഞാൻ മകളെ ഇങ്ങനെ നേർച്ച കൊടുക്കുമെന്ന് ദൈവത്തിനോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഏതു പ്രായത്തിലാണ് അങ്ങനെ തോന്നിയത്? ഞാൻ എന്തല്ല എന്ന് ആദ്യം പറയാം. എന്തുകൊണ്ട് അച്ഛനായി എന്നുള്ളതിനേക്കാൾ ഒന്നാമത്തെ കാര്യം, ഞാൻ നേർച്ചക്കോഴിയായിട്ട് എൻ്റെ അമ്മ നേർന്നത് കൊണ്ട് പോയതല്ല. 2, എൻ്റെ കുടുംബത്തിൽ വേറെ അച്ഛന്മാരുണ്ടായിരുന്നുകൊണ്ട് അവർ ക്ഷണിച്ചിട്ട് പോയതല്ല. 3, പ്രണയം ഉണ്ടായിട്ട് പ്രണയം പൊളിഞ്ഞിട്ട് വിഷമത്തിൽ പോയതല്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു +2 പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് സിംഗിൾ ലൈഫിനോട്, എന്ന് വെച്ചാൽ മിംഗിൾ ലൈഫ് ബോറാണെന്നല്ല, സിംഗിളായിട്ടിരുന്നാൽ കുറച്ചും കൂടി കാര്യങ്ങൾക്ക് നമുക്ക് സാധ്യതകളുണ്ടെന്നൊരു ചിന്ത ഉണ്ടാവാം. 2ാമത്തത്, ഞാൻ എനിക്ക് വേണ്ടി തന്നെയുള്ളവനല്ല എന്നൊരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഒരാളുടേത് മാത്രമായിട്ട് മാറുമ്പോൾ മറ്റൊരുപാട് പേരിലേക്കുള്ള ആക്സസ് നമുക്ക് നഷ്ടപ്പെടാണ്. നമുക്കൊരു അൺഡിവൈഡഡ് ഹാർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് കുറച്ചും കൂടി സാധ്യതയുണ്ട്. ഇപ്പോൾ എനിക്ക് കുട്ടികളും മക്കളും ഉണ്ട്, എനിക്ക് കാമുകിയും പറയാണ്ട് നല്ലൊരു സമയം ഈ കാമുകിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കുടുംബം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോകുമല്ലോ.
ഞാനത് മോശമാണെന്നല്ല പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അപ്പോൾ ഒരു കുടുംബത്തിൽ മാത്രം നമ്മൾ ലോക്കാവാണ്ടിരിക്കുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു യാത്ര പോകാനായിട്ട് ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരാളെയും ബോധിപ്പിക്കേണ്ട, എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്താണ്ടിരുന്നാൽ മതി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അതിന് അച്ഛനാവണം തന്നെ ഇല്ല, സിംഗിളായിട്ട് നിന്നാൽ മതി. അന്നത്തെ 18കാരൻ അത്രേ ബോധം ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? അന്ന് പോകുന്ന കാലഘട്ടത്തിൽ. പിന്നീട് വളർന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആ തീരുമാനത്തെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഓക്കെയാണ്. മറ്റൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും ചിലപ്പോൾ ഞാൻ ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് വന്നു പോയല്ലോ, പെട്ടുപോയി, വാട്ടിടൂ എന്ന് പറയുന്നൊരു റിഗ്രറ്റ് ഒന്നുമില്ല. അന്നത്തേതിനേക്കാൾ ഇപ്പോൾ വെളിവ് വെച്ചിട്ടുണ്ട്. അന്നൊരു 12ാം ക്ലാസ്സുകാരൻ്റെ ബോധം എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് കുറച്ചും കൂടിയൊക്കെ അതിനൊക്കെ മാറി നിന്ന് നോക്കിക്കാണാൻ പറ്റുന്നുണ്ട്. നാളെ അതിനേക്കാൾ അപ്പുറത്ത് ചിന്തിക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വളർച്ച ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ താന്നു പോകുമല്ലോ. ഇതോടുകൂടി നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്ന് കരുതുന്നു.